ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ NCERT ബോർഡ് എക്സാമിന് വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റ്. നിങ്ങൾക്കറിയാം, നമ്മളെ പീരിയോഡിക് ടേബിളിൽ നമ്മളെ 6th എലമെൻ്റ് ആണ് കാർബൺ അല്ലേ. അറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. ഓക്കെ, ഇതാണ് കാർബൺ. ഇസ് എ നോൺ മെറ്റൽ. കാർബൺ എന്താണ്? ഒരു നോൺ മെറ്റൽ ആണ്. ആൻഡ് ഈസ് എക്സിസ്റ്റ് ഇൻ സോളിഡ് ഫോം. നമുക്കൊരു സോളിഡ് ഫോമിലാണ് കാർബണിനെ കാണാൻ പറ്റുക. ഓക്കെ ആണല്ലോ. അറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്. കാർബൺ എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം കാർബൺ 6th എലമെൻ്റ് ആണ്, മാസ് നമ്പർ 12 ആണ്, C612 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ് അല്ലേ. നമ്മൾ കാർബൺ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിൽ നമുക്ക് പ്രോട്ടോൺസും ന്യൂട്രോൺസും നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂട്രോൺസ് ചാർജ്ലെസ് ആണ് അല്ലേ. അപ്പോൾ 6 പ്രോട്ടോൺസ് ഉണ്ടാവും. സിമിലർലി നമ്പർ ഓഫ് ന്യൂട്രോൺസ് 12 - 6 ന്യൂട്രോൺസും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. കാർബണിൻ്റെ ഫസ്റ്റ് ഷെല്ലിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ നമുക്ക് റിമൈനിങ് 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. 1 2 3 4. ഇങ്ങനെയാണല്ലോ കാർബണിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാലൻസി. വാട്ട് യു മീൻ ബൈ വാലൻസി ഓഫ് ആൻ എലമെൻറ്റ്? ഒരു എലമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് വാലൻസി. അതായത് ഒരു എലമെൻറ്റിന് മറ്റൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സായി മാറുമല്ലോ. എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ആവുമല്ലോ. ഇങ്ങനെ ഒരു എലമെൻറ്റിന് മറ്റൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? വാലൻസി എന്ന് പറയുക. ആൻഡ് വാലൻസി ക്യാൻ ഹാവ് വാല്യൂസ് 0 1 2 3 4 എക്സെട്ര. ഇത്രയും വാല്യൂസ് മാത്രമേ വാലൻസിക്ക് വരുള്ളൂ മക്കളെ. 0 1 2 3 4. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റം എപ്പോഴും സ്റ്റേബിൾ ആവുക എങ്ങനെയാ വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. അതായത് ഒരു സിംഗിൾ ഷെല്ലുള്ള ഇലക്ട്രോൺ ആറ്റാണെങ്കിൽ, ഇപ്പോൾ ഹൈഡ്രജൻ ഹീലിയം ഒറ്റ സിംഗിൾ ഷെല്ല് മാത്രമല്ലേ ഉള്ളൂ, 2 അല്ലേ വരുന്നത്. ഓക്കെ ആണല്ലോ. അതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ല് 2A വേണ്ടുള്ളൂ. പക്ഷെ ഒന്നിൽ കൂടുതൽ ഷെല്ല്, അതായത് K ഷെല്ലും L ഷെല്ലും, ഒന്നിൽ കൂടുതൽ ഷെല്ല് വരുന്ന ആറ്റത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് വേണം. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് വേണം. ഇതിനെ നമ്മൾ പറയുന്നത് ഒക്ടെറ്റ് എന്നാണ്. ഒക്ടെറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒക്ടെറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ഒക്ടെറ്റ് ഓർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. എന്താ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പീരിയോഡിക് ടേബിൾ അറിയില്ലേ മക്കളെ? പീരിയോഡിക് ടേബിൾ നമുക്കൊരു അവസാനത്തെ ഒരു ഗ്രൂപ്പ് ഇല്ലേ, ഗ്രൂപ്പ് 18. അവർ നമ്മൾ പറയുന്നത് നോബിൾ ഗ്യാസസ് എന്നാണ്, അല്ലെ ഇനേർട്ട് ഗ്യാസസ്, അല്ലെ ലേസി ഗ്യാസസ്. വൈ? ബിക്കോസ് ദേ ഓൾറെഡി കംപ്ലീറ്റഡ് ദർ ഒക്ടെറ്റ്. ഓൾറെഡി ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. ഇനി അവർക്ക് ഇലക്ട്രോൺസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അവർ ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അവർ ഇനേർട്ടായിട്ട് ലേസി ആയിട്ട് അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് അവരുടെ പേര് എന്ത്? ലേസി ഗ്യാസസ്. അപ്പം എല്ലാ ആറ്റംസും അല്ലെ എല്ലാ എലമെൻറ്റ്സും എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുക? ഈ നോബിൾ ഗ്യാസസിനെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ക്ലിയർ ആണല്ലോ. ആ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുക, ഒന്നിക്കൽ ഇലക്ട്രോൺസിനെ നമ്മൾ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. സംടൈംസ് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും, ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. നമ്മൾ അയോണിക് ബോണ്ടിങ് ഉണ്ട്, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അയോണിക് ബോണ്ടിങ് ഉണ്ട്, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് കോവാലൻ്റ് ബോണ്ടിങ് നടക്കുന്നത്. നമ്മൾ കാർബണിൽ നടക്കുന്നത് കോവാലൻ്റ് ബോണ്ടിങ് ആണ്. നമ്മളതിനെപ്പറ്റി പറയും. ഓക്കെ ആണല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അയോണിക് ബോണ്ടിങ് ഉണ്ടാകുന്നത് അല്ലേ. ഇലക്ട്രോൺസ് ഒന്നിക്ക് ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അയോണിക് കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരക്കാനൊക്കെ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെൻറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എൻ ആറ്റം ക്യാൻ ലോസ്, ഗെയിൻ ഓർ ഷെയർ ടു ഫോം കെമിക്കൽ ബോണ്ട്സ് ആൻഡ് അച്ചീവ് എ സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മീൻസ് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ ആണല്ലോ. ഇനി valency can have values from 0 1 2 3 4 and the valency of carbon is 4. ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാർബണിൻ്റെ വാലൻസി 4 ആണ് മക്കളെ. ഇതിന് നമ്മൾ ടെട്രാ വാലൻസി എന്ന് പറയും. ടെട്രാ മീൻസ് 4.
ടെട്രാവാലൻസി. ഈ ടെട്രാവാലൻസി കൊണ്ടാണ് കാർബൺ ഇത്രയധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കാരണം. കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കാർബൺ കോമ്പൗണ്ട്സ് നമുക്ക് മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം കാർബണിൻ്റെ ടെട്രാവാലൻസി ആണ്. സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് കാർബണിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാർബൺ ഈസ് എൻ എലമെന്റ് ബിലോങ്ങിങ് ടു നോൺ മെറ്റൽസ് ആൻഡ് ഇറ്റ് സിമ്പിൾ ഈസ് സി. നമുക്കറിയുന്നതാണ്. ദ നെയിം ഓഫ് ദ കാർബൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് മീൻസ് കാർബോ. ലാറ്റിൻ വേർഡ് കാർബോ എന്ന് പറഞ്ഞ വേർഡ് നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, വിച്ച് മീൻസ് കോൾ. അതിൻ്റെ മീനിങ് കോൾ എന്നാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് കാർബൺ ഈസ് ദ മെയിൻ കൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് കോൾ. കോളിലെ മെയിൻ കൺസ്റ്റിറ്റ്യൂൻ്റ് കാർബൺ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോർത്ത് മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ്. ഇൻ ദി യൂണിവേഴ്സ് ആണ്. ഈ യൂണിവേഴ്സിലുള്ള, നമ്മൾ എർത്തിലെ കാര്യമല്ല പറയുന്നത്, ഈ യൂണിവേഴ്സിലുള്ള ഫോർത്ത് മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻ്റ് ആണ് കാർബൺ. ഫസ്റ്റ് ഹൈഡ്രജൻ ആണ്, ദെൻ ഹീലിയം, ദെൻ ഓക്സിജൻ. നമ്മുടെ ഫോർത്ത് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആണ്. യൂണിവേഴ്സിൽ ഫോർത്ത് അബണ്ടൻറ്റ് എലമെൻ്റ് ആണ് കാർബൺ. ഓക്കെ ആണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് ദ 15th മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ എർത്ത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. എർത്തിൽ 15th മോസ്റ്റ് അബണ്ടൻ്റ് ആണ്. എർത്തിൻ്റെ കേസിൽ 15th അബണ്ടൻ്റ് എലമെൻ്റ് ആണ്. ഹോൾ യൂണിവേഴ്സിൻ്റെ കേസിൽ നമുക്ക് കാർബൺ 4th മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് എ സെക്കൻഡ് അബണ്ടൻ്റ് എലമെൻറ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നമ്മളെ മെയിൻ പാർട്ടാണ് നമ്മളെ കാർബൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ എന്നാണ് നമ്മുടെ ലിവിങ് ഓർഗാനിസംസ് ഒക്കെ ഡിറൈവ് ചെയ്തത് തന്നെ. ഓക്കെ ആണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് എ സെക്കൻഡ് അബണ്ടൻ്റ് എലമെൻറ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ സെക്കൻഡ് അബണ്ടൻ്റ് എലമെൻറ്റ് കാർബൺ ആണ്. നമുക്കറിയാം ഓക്സിജൻ ആണ് നമ്മളെ ഫസ്റ്റ് അബണ്ടൻ്റ് അല്ലേ. നമ്മളെ ബ്ലഡിലേക്ക് കൂടി നമ്മളെ സെൽസിലേക്ക് കയറി ചെയ്യുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ കഴിഞ്ഞാൽ സെക്കൻഡ് അബണ്ടൻ്റ് എലമെൻറ്റ് കാർബൺ ആണ്. ഏതിൽ? ഹ്യൂമൻ ബോഡിയിൽ. ഓക്കെ ആണല്ലോ. കാർബൺ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുക. ഇറ്റ് ഈസ് അറൗണ്ട് 0.03%. ഓക്കെ. Inside Earth's crust, it is 0.02% as minerals like carbonates, coal, petroleum, etc. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു മെയിൻ കണ്ടൻ്റ് ആണ് കാർബൺ. ദെൻ നമ്മുടെ മക്കളെ, നമുക്ക് കെമിസ്ട്രി ഇതുവരെ നിങ്ങൾ പഠിച്ച ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു? ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്സ്. തേർഡ് ചാപ്റ്റർ എന്തായിരുന്നു? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അതൊക്കെ ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ഇനോർഗാനിക്, അതായത് കാർബൺ ഇല്ലാത്ത ഇൻഓർഗാനിക്, ബാക്കി കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന 4th ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി. അതായത് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ കാർബണും അതിൻ്റെ കോമ്പൗണ്ട്സിനെ പറ്റിയും പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് മക്കളെ ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓർഗാനിക് കെമിസ്ട്രിയെ പറ്റിയാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് പറയുന്നത്, സ്റ്റഡി ഓഫ് കാർബൺ കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് കെമിസ്ട്രി. സ്റ്റഡി ഓഫ് കാർബൺ കോമ്പൗണ്ട്സിന് ഓർഗാനിക് കെമിസ്ട്രി പറയും. ദ വേർഡ് ഓർഗാനിക് മീൻസ് ലിവിങ് ഒറിജിൻ. ലിവിങ് ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഓർഗാനിക്. ക്ലിയർ? ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് കാർബൺ കോമ്പൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ലിവിങ് തിങ്സ് ഓൺലി. ദിസ് തിയറി ഈസ് നോൺ ആസ് വൈറ്റൽ ഫോഴ്സ് തിയറി. ആ തിയറിക്ക് ഒരു പേരുണ്ടായിരുന്നു, വൈറ്റൽ ഫോഴ്സ് തിയറി എന്നായിരുന്നു. ആൻഡ് ഇൻ 1828 ഫ്രെഡറിക് ഹോളർ, നിങ്ങൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് നെയിം ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഫ്രെഡറിക് ഹോളർ ബ്ലോൺ അപ്പ് ദിസ് തിയറി ബൈ പ്രിപ്പയറിങ് യൂറിയ ബൈ ഹീറ്റിംഗ് അമോണിയം സയനൈറ്റ്. അതായത് ലബോറട്ടറിയിൽ നിന്ന് ഒരു കാർബൺ കോമ്പൗണ്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോളർ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അതായത് അമോണിയം സയനൈറ്റ് എന്ന് യൂറിയയെ പ്രൊഡ്യൂസ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറഞ്ഞു. വൈ സ്റ്റഡി ഓഫ് കാർബൺ കോമ്പൗണ്ട് ഈസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. എന്തുകൊണ്ടാണ് ഈ കാർബൺ കോമ്പൗണ്ട്സ് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആകാൻ കാരണം? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി വാസ്റ്റ്നെസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, മില്യൺസ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പം ജസ്റ്റ് എളുപ്പമാണ്, നമുക്ക് ഈ വർഷം 10th പഠിക്കാൻ കാര്യങ്ങൾ എളുപ്പമാണ്. കാർബൺ വിത്ത് അതർ എലമെൻറ്റ്സ്, ശ്രദ്ധിക്കണേ, കാർബൺ വിത്ത് അതർ എലമെൻറ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സൾഫർ എക്സെട്ര forms more than 5 million compounds. കാർബൺ വിത്ത് അതർ എലമെൻറ്റ്സ്, അത് ഹൈഡ്രജനും കാർബണും ഫോം ചെയ്യുന്ന എലമെൻറ്റ്സ് കോമ്പൗണ്ട്സിന് മാത്രം നമ്മൾ പറയുന്ന പേര് ഹൈഡ്രോ കാർബൺസ്. അതന്നെ മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, കാർബണ് ഈ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സൾഫർ ഇങ്ങനത്തെ എലമെൻറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്
അറൗണ്ട് 5 മില്യൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. അപ്പോൾ 50 lakhs ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ദ അതർ എലമെൻറ്റ്സ് ഓൾ ടുഗദർ ഫോംസ് അബൌട്ട് 70,000. ഇതിലുള്ള ബാക്കി എലമെൻറ്റ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്താലും ഏകദേശം 70,000 കോമ്പൗണ്ട്സേ ഉണ്ടാവുന്നുള്ളൂ. ഇനി വൈ ദിസ് വാസ്റ്റ്നെസ്, എന്തുകൊണ്ടാണ് ഇത്രയധികം വാസ്റ്റ്നെസ്? മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടെട്രാ വാലൻസി. ഞാൻ ഓൾറെഡി പറഞ്ഞു, വാലൻസി ഓഫ് കാർബൺ ഈസ് 4. അതുകൊണ്ട് നമ്മൾ ഈ വാലൻസിക്ക് പറയുന്ന പേര് ടെട്രാ വാലൻസി. ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് കാറ്റിനേഷൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. തേർഡ് പോയിന്റ് ആണ് ഐസോമറിസം മീൻസ് നമ്മളിപ്പം പഠിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ +1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്ട്രക്ചറൽ ഐസോമറിസം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ദ അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഈസ് 6. നമുക്കറിയാം. ആൻഡ് ഇറ്റ്സ് ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് ഈസ് 2 4. K ഷെല്ലിൽ 2, L ഷെല്ലിൽ 4 ആണല്ലോ. ഫസ്റ്റ് ഷെല്ലിൽ K ഷെല്ലാണ് 2, L ഷെല്ലിൽ 4. ഓക്കെ ആണല്ലോ. ഇറ്റ് ഹാസ് 4 വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് മീൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ ആണല്ലോ. ഇറ്റ് ക്യാൻ അറ്റൈൻ സ്റ്റെബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ നിങ്ങൾ കളിക്കുക. 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ 8 ആകണം. 8 ആകണ്ടിക്കൽ ഒന്നിക്കൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? 4 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം. അപ്പോൾ ആറ്റത്തിൻ്റെ ഒരു ഷെല്ല് മാറിയിട്ട് പിന്നെ ഒറ്റൊരു സിംഗിൾ ഷെല്ല് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സിംഗിൾ ഷെല്ലാകുമ്പോൾ 2 ആയിട്ട് സ്റ്റേബിൾ ആവും. പിന്നെ ഉള്ളത് ഒരു 4 ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ആക്സെപ്റ്റ് ചെയ്യണം. 4 ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ 4 ഓൾറെഡി ഉള്ള 4ഉം ആക്സെപ്റ്റ് ചെയ്യുന്ന 4ഉം കൂടി 8 ആവുമല്ലോ. ഓക്കെ ആണല്ലോ. ഇത് രണ്ടാം കാർബണിന് പോസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്കത് പറയാൻ ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ക്യാൻ അറ്റൈൻ സ്റ്റെബിലിറ്റി ബൈ ഗെയിനിങ് 4 ഇലക്ട്രോൺസ് ഓർ ലൂസിങ് 4 ഇലക്ട്രോൺസ്. പിന്നെയുള്ള ഒരു പോസിബിലിറ്റി ഷെയറിങ് ഓഫ് 4 ഇലക്ട്രോൺസ് ആണ്. ഒന്നിക്ക് 4 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഗെയിൻ 4 ഇലക്ട്രോൺസ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദ 6 പ്രോട്ടോൺസ് ടു ഹോൾഡ് 10 ഇലക്ട്രോൺസ്. മക്കൾ ഐഡിയ ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ കാർബൺ 4 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചോളൂ. കാർബൺ 4 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി കാർബണിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട് ഓൾറെഡി. ക്ലിയർ അല്ലേ? 4 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്താൽ 6 + 4 ഇലക്ട്രോൺസ് എത്രയായി? 10 ഇലക്ട്രോൺസ് ആയില്ലേ? പ്രോട്ടോൺസ് എത്രയേ ഉള്ളൂ? 6 പ്രോട്ടോൺസ്. അതായത് 6 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും. ആറ്റത്തിന് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 10 ഇലക്ട്രോൺസിനെ 6 പ്രോട്ടോൺസ് വെച്ചിട്ട് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സെപ്റ്റിംഗ് 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പോസിബിൾ അല്ല. ആക്സെപ്റ്റിംഗ് 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗെയിനിങ് 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കാർബണിൻ്റെ കേസിൽ പോസിബിൾ അല്ല, നടക്കില്ല. 4 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? ലൂസിങ് 4 ഇലക്ട്രോൺസ് ആണ്. ഉള്ള 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക. അപ്പോൾ 4 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. 4 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണം. അത്രയും എനർജി കാർബണിന് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം റിമൂവിങ് ഓഫ് 4 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലൂസിങ് ഓഫ് 4 ഇലക്ട്രോൺസും കാർബണിന് പോസിബിൾ അല്ല. ക്ലിയർ ആണോ മക്കളെ? ഗെയിൻ ചെയ്യുമ്പം ആറ്റത്തിന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. 10 ഇലക്ട്രോൺസിനും 6 പ്രോട്ടോൺസിനും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ലൂസ് ചെയ്യുമ്പോൾ ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് നോട്ട് പോസിബിൾ വിത്ത് കാർബൺ. ക്ലിയർ ആണ്? അത്രയും എനർജി കാർബണിൻ്റെ അടുത്തില്ല. അപ്പോൾ ആ 2 കണ്ടീഷനും നടക്കില്ല കാർബണിന്. അതുകൊണ്ട് പിന്നെ കാർബൺ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യൽ. ഈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിനാണ് മക്കളെ നമ്മൾ പറയുന്നത് കോവാലൻ്റ് ബോണ്ടിങ്. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിനാണ് നമ്മൾ പറയുന്നത് കോവാലൻ്റ് ബോണ്ടിങ്. ഡൊണേറ്റ് ചെയ്യാലോ ആക്സെപ്റ്റ് ചെയ്യാലോ അയോണിക് ബോണ്ടിങ് ആണ്. അത് കാർബണിന് നടക്കില്ല. അതുകൊണ്ട് കാർബണിന് എന്ത് ബോണ്ടിങ്ങേ നടക്കുള്ളൂ? കോവാലൻ്റ് ബോണ്ടിങ് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോവാലൻ്റ് ബോണ്ട്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ ആണല്ലോ. കോവാലൻ്റ് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? കോവാലൻ്റ് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. The sharing of one pair of electrons results in formation of single covalent bond. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ്. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 1 ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 2 ഹൈഡ്രജൻ
ഹൈഡ്രജൻ എത്രയാകണം നമുക്കറിയാലോ, ഒരു ഷെല്ലല്ലേ ഉള്ളൂ, അപ്പോൾ എത്രയാകണം? 2 ആകണം. അപ്പോൾ ഇങ്ങനെ 2 ഹൈഡ്രജൻ എന്ത് ചെയ്യും? 2 ഹൈഡ്രജൻ ഒരു പരസ്പര ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? അവരെ ഇലക്ട്രോൺസിന്, ഇത് ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ, ഇത് ഇപ്പുറത്തെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ, ഇവർ രണ്ടാളും ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് ഈ ഹൈഡ്രജനും ഹൈഡ്രജനും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ആവും. എന്നിട്ട് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ മോളിക്യൂളായി മാറും. ഐഡിയ ക്ലിയർ ആണോ? ഹൈഡ്രജനും ഹൈഡ്രജനും അവർ ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പോൾ 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഷെയർഡ് എമംഗ് ദം, അല്ലേ? അവർ തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു. അപ്പോൾ ഹൈഡ്രജൻ ഹൈഡ്രജൻ തമ്മിൽ എന്ത് ബോണ്ടിങ് വരും? സിംഗിൾ ബോണ്ടി വരും. സിംഗിൾ ബോണ്ട്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഷെയറിംഗ് ഓഫ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഡബിൾ കോവാലന്റ് ബോണ്ട്. ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺ സ്പേസ്. ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഓക്സിജൻ്റെ കേസ് നോക്കാം. നമുക്ക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 816 ആണല്ലോ. ഓക്സിജൻ 816 ആണല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 ആണല്ലോ. ഓക്സിജൻ്റെ ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 6 ആണല്ലോ. നോക്കിക്കോളാം, അവിടെ വരക്കാം. ഓക്സിജൻ്റെ ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? ഓക്സിജൻ്റെ ഔട്ടർ മോഷനിൽ 6. 1 2 3 4 5 6. ഇതാണ് ഒരു ഓക്സിജൻ. ഇങ്ങനത്തെ 2 ഓക്സിജൻ ശ്രദ്ധിക്കൂ. 2 ഓക്സിജൻ 1 2 3 4 5 6. 2 ഓക്സിജൻ, അവർക്ക് 8 ആകണം. 2 പേർക്കും. 2 പേർക്ക് ഔട്ടർ മോസ്റ്റ് എല്ലാം 8 ആകണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, 2 പേരും, ഇത് ഓക്സിജൻ, ഇതൊരു ഓക്സിജൻ, അവർ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൻ്റെ 2 അല്ലേ, അപ്പം ബാക്കി ഇതിൻ്റെ ഇതാണ്. ഇത് ഈ 2 ഈ ഓക്സിജൻ്റെതാണ്, ഈ 2 ഈ ഓക്സിജൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന 4 എണ്ണം. അപ്പോൾ എത്ര പെയറാണ് ഷെയർ ചെയ്തത്? ഓക്സിജനും ഓക്സിജനും തമ്മിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു. ക്ലിയർ ആണല്ലോ? 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ ഷെയർഡ് എമംഗ് ദം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡബിൾ കോവാലൻ്റ് ബോണ്ട് എന്ന് വിളിക്കും. സിമ്പിളാണല്ലോ. ഒരു പെയർ ഷെയർ ചെയ്താൽ സിംഗിൾ കോവാലൻ്റ് ബോണ്ട്, 2 പെയർ ഷെയർ ചെയ്താൽ ഡബിൾ കോവാലൻ്റ് ബോണ്ട്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ 2 ലൈൻ, പെയറിലായിട്ട് 2 ലൈൻ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പെയറിലായിട്ട് 1 ലൈൻ, ഒറ്റ ലൈൻ. ഓക്കെ ആണല്ലോ? ആൻഡ് ഷെയറിംഗ് ഓഫ് 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ട്രിപ്പിൾ കോവാലൻ്റ് ബോണ്ട്. ട്രിപ്പിൾ കോവാലൻ്റ് ബോണ്ടിൽ 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുക. അതിന് എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. എക്സാമ്പിൾ നമ്മൾ നൈട്രജൻ ആണ്. നൈട്രജൻ്റെ നമുക്കറിയാം. നൈട്രജൻ എന്ന് പറഞ്ഞാൽ 714 ആണ്. 714 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 25 ആണ്, അല്ലേ മക്കളെ? 25 ആണ്. അപ്പോൾ ഒരു നൈട്രജൻ്റെ ഒരു ആറ്റം നോക്കുള്ളൂ. നൈട്രജൻ്റെ ആറ്റത്തിൽ 5 ഇലക്ട്രോൺസ് അല്ലേ ഉണ്ടാവുക ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? 3 പ്ലസ് വേറൊരു നൈട്രജൻ 2 3. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ റിസൾട്ട് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ദേ ഷെയർ 3 പെയർ ഓഫ് ഇലക്ട്രോൺസ്. 3 പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. എന്നാൽ മാത്രമല്ലേ അവർക്ക് 8 ആവുള്ളൂ. ഇതിൻ്റെ 2 ഇത്, ഇതിൻ്റെ 3 ഇത്. അപ്പോൾ 6 + 2 8, 6 + 2 8. എല്ലാവരും സ്റ്റേബിളായി. ഐഡിയ ക്ലിയർ ആണല്ലോ? അപ്പോൾ നൈട്രജൻ്റെ ബോണ്ടിങ് എങ്ങനെയാണ്? N ട്രിപ്പിൾ ബോണ്ട് N. 3 പെയേഴ്സ് ഷെയർ ചെയ്താൽ ട്രിപ്പിൾ ബോണ്ട് 2. ഇഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് അതർ ആറ്റംസ് ആർ നോട്ട് ദെയർ, അതർ ആറ്റംസ് സഫിഷ്യൻറ്റ് നമ്പറിൽ ഉള്ളെങ്കിൽ കാർബൺ എന്ത് ചെയ്യും? ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ 4 വാലൻസ് കാർബൺ ഫോം ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റംസ് തമ്മിൽ ഡബിൾ ബോണ്ടിലോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിലോ ഏർപ്പെടും. അതായത് സഫിഷ്യൻ്റായിട്ട് അപ്പുറത്ത് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ ആറ്റംസ് ഇല്ലെങ്കിൽ, സഫിഷ്യൻ്റായിട്ട് ആറ്റംസ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ കാർബണും തമ്മിൽ തന്നെ എന്ത് ചെയ്യും? ഒന്നിക്കൽ ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ഉണ്ട്. മീഥൈൻ്റെ കേസിൽ ഇത് മീഥൈനാണ്. സോറി, മീഥൈൻ അല്ല, ഈഥൈനാണ്. ഈഥൈൻ 2 കാർബൺ വരുന്നത്. C2H6 ആണിത്. C2H6 ഈഥൈൻ. ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് കാർബൺസ് എല്ലാം തമ്മിൽ സിംഗിൾ ബോണ്ടിൽ ഏർപ്പെടുക. ഓക്കെ ആണല്ലോ? ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഇല്ല. ഹൈഡ്രജൻ ആറ്റംസ് എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് C2H4. ഇതിൻ്റെ പേര് ഈഥീനാണ്. ഈഥീൻ അല്ലെ എത്തീൻ എന്നൊക്കെ പറയും നമ്മൾ. ഈഥീൻ. ഇവിടെ അതുകൊണ്ട് കാർബണും തമ്മിൽ എന്തിലേർപ്പെടും? ഡബിൾ ബോണ്ടിലോ. ക്ലിയർ ആണല്ലോ? എന്നാൽ മാത്രമേ അവരെ വാലൻസി സാറ്റിസ്ഫൈ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ, സഫിഷ്യൻ്റ് ആയിട്ടില്ല, 2 ഉള്ളൂ. അപ്പോൾ ഈ കാർബണും ഇത് എത്തൈനാണ്. എത്തൈൻ മീൻസ് C2H2.
അപ്പോൾ കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടിലാവും, കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടിലാവും, ആ കാർബണും ഹൈഡ്രജൻ തമ്മിൽ സിംഗിൾ ബോണ്ട്. ഇവിടെ കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്, 2 ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്, 3 ഹൈഡ്രജനുമായിട്ട് ഓരോ കാർബണും സിംഗിൾ ബോണ്ട്. ഐഡിയ ക്ലിയർ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് 3 പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ 3 കാരണങ്ങളാണ് വാഷ്നെസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ടെട്രാ വാലൻസി എന്താണ്, കാർബൺ എങ്ങനെയാണ് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോവാലൻ്റ് ബോണ്ടിങ് എന്തൊക്കെയാണ്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പോയിൻ്റാണ് പറയാൻ പോകുന്നത്, കാറ്റിനേഷൻ. കാർബണിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മക്കളെ കാറ്റിനേഷൻ. കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ. കാർബൺ സ്വന്തമായിട്ട് കാർബൺ വേറെ കാർബണുമായിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും, എന്നിട്ട് ലോങ് ചെയിന് ഫോം ചെയ്യും. വളരെ രസമാണ്, ശ്രദ്ധിച്ചോളൂ. കാർബൺ ആറ്റം ക്യാൻ ഫോം ബോണ്ട്സ് വിത്ത് അതർ കാർബൺ ആറ്റംസ് ടു ഫോം ലോങ് ചെയിൻസ്. സ്ട്രെയിറ്റ് ചെയിൻ, ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാർബൺ ഒരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട്, ഒരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട്, ഒരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട്, ലോങ് ചെയിൻ. ഇങ്ങനെ കുറേ കാർബൺ ചെയിൻസ് ഫോം ചെയ്യും. ഇതാണെന്ത്, ഈ ചെയിനെ നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ എന്ന് പറയും. സ്ട്രെയിറ്റ് ചെയിൻ. ഇവിടെ നോക്കിക്കോളൂ, കാർബണും 3 കാർബണും സിംഗിൾ ബോണ്ട്. ഈ രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് നടക്കുന്നുണ്ടോ, വേറെ കാർബണുമായിട്ട് ഒരു ബ്രാഞ്ചിങ് കണ്ടോ, രണ്ടാമത്തെ കാർബൺ. ഈ ചെയിനെ നമ്മൾ ബ്രാഞ്ചഡ് ചെയിൻ എന്ന് പറയും. ബ്രാഞ്ചഡ് ചെയിൻ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് സ്ട്രെയിറ്റ് ചെയിൻ. ഇങ്ങനെ ഒരു കാർബണിൽ നിന്ന് വേറൊരു കാർബണും കൂടി ലിങ്ക് പിന്നെയും ബ്രാഞ്ചഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രാഞ്ചഡ് ചെയിൻസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അതുപോലെ ഇനി വേറെ ടൈപ്പ് ഓഫ് ഒരു റിംഗ് ചെയിൻ ഉണ്ട് മക്കളെ. റിംഗ്, അതായത് നോക്കോളൂ, ഇത് കാർബണും കാർബണും തമ്മിൽ ഒരു റിംഗ് ഷേപ്പിൽ ഫോം ചെയ്യും ബോണ്ടിങ്. ഇതാ ഒരു റിംഗ് ഷേപ്പിലാണ്. ഇതിനെ നമ്മൾ എന്ത് പറയും, റിംഗ് ചെയിൻസ്. അല്ല, ഇതിന് പറയുന്ന വേറൊരു പേരുണ്ട്, സൈക്ലിക് കോമ്പൗണ്ട്സ്, അല്ലെ സൈക്ലിക് ചെയിൻ, സൈക്ലിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെ കാർബൺ വേറെ കാർബണുമായിട്ട് ലോങ് സ്ട്രെയിറ്റ് ചെയിൻ ഫോം ചെയ്യും, ബ്രാഞ്ചഡ് ചെയിൻ ഫോം ചെയ്യും, സൈക്ലിക് ചെയിൻ അല്ലെ റിംഗ് ചെയിൻസ് ഫോം ചെയ്യും. കാർബണിൻ്റെ ഈ പ്രോപ്പർട്ടിക്കാണ് മക്കളെ എന്ത് പറയുന്നത്, കാറ്റിനേഷൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി, അത് ഓർമ്മിച്ച് നോക്കൂ. ദ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു ഫോം ലോങ് സ്ട്രെയിറ്റ് ചെയിൻ, branched chains and ring chains. This property of carbon is called catenation. എന്താണ് CH ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ലേ, CH4. ഇതാണ് നമ്മളെ മീഥെയിൻ അല്ലേ, ഇതാണ് മീഥെയിൻ, CH4 മീഥെയിൻ, കംപ്രസർ നാച്ചുറൽ ഗ്യാസ്. ഇതിലെ മീഥെയിനിൽ ഒരു ഹൈഡ്രജൻ മാറി അവിടെ ഒരു ക്ലോറിൻ വന്ന് വെക്കും. ഹൈഡ്രജൻ മാറി ഇത് അവിടെ ഒരു ക്ലോറിൻ വന്നു. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്നറിയോ, ക്ലോറോമീഥെയിൻ. ക്ലോറോമീഥെയിൻ. CH4 പകരം CH3Cl, ക്ലോറോമീഥെയിൻ. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ രണ്ടാമത്തെ ഹൈഡ്രജനും മാറി ക്ലോറിൻ വരുന്നു. രണ്ടാമത്തെ ഇവിടെയുള്ള ഈ ഹൈഡ്രജനും മാറിയിട്ട് ക്ലോറിൻ വരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഡൈക്ലോറോമീഥെയിൻ. 2 ക്ലോറിൻ വന്നുകൊണ്ട് നമ്മൾ കീവേഡ് ശ്രദ്ധിക്കുക, ഡൈ. അയ്യുപ്പാക്ക് നെയിമിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഇപ്പോൾ ജസ്റ്റ് പറയുന്നുള്ളൂ ഡൈക്ലോർ. ഇവിടെ 3ാമത്തെ ക്ലോറിനും വന്നു നിന്നു, 3ാമത്തെ ക്ലോറിൻ. അപ്പോൾ ഇപ്പോൾ ഹൈഡ്രജൻ 1 ഉള്ളൂ അല്ലേ, 3 ക്ലോറിനായി. ഇപ്പോൾ CHCl3, ഇതിൻ്റെ പേര് ട്രൈക്ലോറോമീഥെയിൻ. ട്രൈ എന്ന് പറഞ്ഞാൽ 3 ക്ലോറിൻ, ട്രൈക്ലോറോമീഥെയിൻ. എല്ലാ ഹൈഡ്രജനും പോയി മൊത്തം ക്ലോറിനായി. അപ്പോൾ അതിൻ്റെ പേരെന്നാ, ടെട്രാക്ലോറോമീഥെയിൻ, CCl4, ടെട്രാക്ലോറോമീഥെയിൻ. ഓക്കെ ആണോ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നോക്കിക്കോളൂ, കാർബൺ 2 സൾഫറുമായിട്ട് ഡബിൾ ബോണ്ട്. കാർബൺ 2 സൾഫറുമായിട്ട് ഡബിൾ ബോണ്ട്, അതിൻ്റെ പേര് കാർബൺ ഡൈസൾഫൈഡ്. കാർബൺ ഡൈസൾഫൈഡ്. കാർബൺ 2 ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട്, 2 ഓക്സിജൻ ഡബിൾ, ഇത് നമുക്കറിയുന്നതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ ആണല്ലോ. കാർബൺ ഇത് NH2 എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. NH2 എന്ന് പറഞ്ഞാൽ നൈട്രൈലാണ്, നൈട്രൈൽ. അത് നമ്മൾ പിന്നെ പഠിക്കും. ഇത് യൂറിയ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ അമോണിയം സയനൈറ്റിൽ നിന്ന് ഫസ്റ്റ് ഡിറൈവ് ചെയ്തത് യൂറിയ ആണ്. ആ യൂറിയ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് ഇത്. CONH2 ട്വൈസ്. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ തേർഡ് പ്രോപ്പർട്ടി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാർബണിൻ്റെ ഐസോമറിസം.
ഐസോമറിസം. ഈ ഐസോമറിസം എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ +1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് നമുക്ക് സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് ഐസോമറിസം ഉണ്ട്. മെറ്റാമറിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് ഐസോമറിസം ഉണ്ട്. നമ്മളിപ്പം ജസ്റ്റ് സ്ട്രക്ചറൽ ഐസോമറിസം മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പഠിക്കുന്നത് ശരിക്കും 10th പഠിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. സ്ട്രക്ചറൽ ഐസോമറിസം. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളൂ. ഐസോമറിസം മീൻസ് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുലയൊക്കെ സെയിം ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ മാത്രം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല സെയിം, സ്ട്രക്ചർ ഡിഫറെൻറ്റ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റിലെത്ത് നമ്മൾ പറഞ്ഞതല്ലേ, നേരത്തെ പറഞ്ഞ മീഥേൻ അല്ലേ, CH4. ഇതിന് ഇനി വേറെ സ്ട്രക്ചർ വരാൻ ഒരു സാധ്യതയില്ല. വരാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് വരിക? വേറെ സ്ട്രക്ചർ വരാൻ ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. ഇനി ഇത് നോക്കിക്കോളൂ. ഇതെന്താണ്? ഇത് ഈഥെയിനാണ് അല്ലേ. ഈ ഈഥെയിനിന് വേറെ സ്ട്രക്ചർ വരാൻ പോസിബിലിറ്റി ഉള്ളത് പിന്നെ ഇങ്ങനെയാണ്. ഇത് രണ്ടും സെയിം അല്ലേ. അതുകൊണ്ട് ഈഥെയിനും സ്ട്രക്ചറൽ ഐസോമറിസം പോസിബിൾ അല്ല. ഈഥെയിനും സ്ട്രക്ചറൽ ഐസോമറിസം പോസിബിൾ അല്ല. പിന്നെ നമുക്ക് സ്ട്രക്ചറൽ ഐസോമറിസം വരുന്നത് മെയിനായിട്ട് വരുന്നത് ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ C4H10, C1 2 3 4, 4 കാർബൺ, C4 അല്ല സിംഗിൾ ബോണ്ട്. അപ്പോൾ C4H10 ഇതിൻ്റെ പേര് ബ്യൂട്ടൈൻ എന്നാണ് നമ്മളത് പറയാം. ഓക്കെ. ഇവിടെ നോക്കിക്കോളൂ. ഇത് ലോങ് സ്ട്രെയിറ്റ് ചെയിൻ അല്ലേ മക്കളെ? കാർബണിൻ്റെ സ്ട്രെയിറ്റ് ചെയിൻ അല്ലേ? 1 2 3 4 കാർബണിൻ്റെ സ്ട്രെയിറ്റ് ചെയിൻ അല്ലേ? ഇവിടെ നോക്കിക്കോളൂ. ഈ അവസാനത്തെ കാർബണില്ലേ, ഈ കാർബൺ ഈ രണ്ടാമത്തെ ചെയിനിലേക്ക് മാറിയിട്ട്, അവസാനത്തെ കാർബൺ രണ്ടാമത്തെ ചെയിനിലേക്ക് മാറിയിട്ട് ഇവിടെ കാർബണും തമ്മിൽ മറ്റൊരു ചെയിൻ വന്നില്ലേ? ലാസ്റ്റത്തെ 4th ചെയിൻ ഈ രണ്ടാമത്തെ ചെയിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേറൊരു ചെയിൻ വന്നില്ലേ? നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയാണുള്ളത്? ഇപ്പോൾ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഈ രണ്ടാമത്തെ കാർബണും വേറൊരു കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്, ബാക്കിയൊക്കെ ഹൈഡ്രജൻ മറ്റ് സിംഗിൾ ബോണ്ട്. ഇവിടെ എന്താ മാറിയേ? നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ട്. സ്ട്രക്ചർ സെയിം അല്ലേ? ഇതാ C4H10. സ്ട്രക്ചർ ഡിഫറെൻ്റ് അല്ലേ? മോളിക്കുലാർ ഫോർമുല സെയിം അല്ലേ? C4H10 1 2 3 4 5 6 7 8 9 10 C4H10. മോളിക്കുലാർ ഫോർമുല സെയിം അല്ലേ? C4H10. എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ? അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇങ്ങനെ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചർ മാറുന്നതിനാണ് മക്കളെ നമ്മൾ എന്ത് പറയുക? സ്ട്രക്ചറൽ ഐസോമറിസം. അപ്പോൾ ഇതിനെ നമ്മൾ നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറയും. C4H10 സ്ട്രെയിറ്റ് ചെയിൻ ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്യുന്നതിന് ഐസോബ്യൂട്ടൈൻ എന്ന് പറയും. നോക്കിക്കോളൂ. പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ C5H12 ആണ്. പെൻറ്റ് കീവേഡ് 5 ആണ് നമ്മൾ പറയാം. ഓക്കെ ആണല്ലോ. പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ C5H12 ആണ്. ഇതാണ് നമ്മളെ നോർമൽ പെൻറ്റെയിൻ അല്ലെ N പെൻറ്റെയിൻ എന്ന് പറയും. നോർമൽ പെൻറ്റെയിൻ നമ്മൾ N പെൻറ്റെയിൻ എന്ന് പറയും. ഓക്കെ, N പെൻറ്റെയിൻ. നോക്കിക്കോളൂ. കാർബണും തമ്മിൽ എല്ലാം സ്ട്രെയിറ്റ് ചെയിൻ ആണ് അല്ലേ? ബാക്കി ഹൈഡ്രജനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം C5H12. ഇവിടെ നോക്കിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ കാർബൺ രണ്ടാമത്തെ കാർബണുമായിട്ട് ലിങ്കായി. ക്ലിയർ അല്ലേ? സ്ട്രക്ചർ മാറി. മോളിക്കുലാർ ഫോർമുല മാറുന്നുണ്ടോ? ഇല്ല. C1 2 3 4 5 C5 ഹൈഡ്രജൻ 1 2 3 4 5 6 7 8 9 10 11 12 C5H12 തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാർബണിനും വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കാർബൺ നോക്കിക്കോളൂ. 3 ഹൈഡ്രജനും 1 കാർബണും 4 ആയി. ഓക്കെ ആണല്ലോ. ഈ കാർബണിന് 3 4, ഈ കാർബണ് 1 2 3 4, ഈ കാർബണ് 1 2 3 4, ഈ കാർബൺ 1 2 3 4. എല്ലാത്തിനും 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ ആണല്ലോ. ഐസോപെൻറ്റെയിൻ. ഇനി വേറൊരു സ്ട്രക്ചറും കൂടി പോസിബിളാണ്. എന്താ നോക്കിക്കോളൂ. ഈ സെൻറ്ററിലെ ഒരു കാർബണും കൂടി ഈ സെൻറ്ററിലെ കാർബണുമായിട്ട് വന്നു. ഇതാ കാർബൺ അവസാനത്തെ 2 കാർബൺ, ഒന്ന് സെൻറ്ററിലെ കാർബൺ ഒന്ന് മേലോട്ടും സെൻറ്ററിലെ കാർബണായിട്ട് ഒന്ന് താഴോട്ടും. അങ്ങനെയുണ്ട്. ഇതാ കാർബൺ ഈ 2
ലാസ്റ്റത്തെ കാർബൺ സെൻട്രലിലെ കാർബണുമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്തു, ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. ആയിക്കോളും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പെൻറ്റൈൻ എത്ര സ്ട്രക്ചർ നമുക്ക് വരച്ചു? നോർമൽ പെൻറ്റൈൻ, ഐസോ പെൻറ്റൈൻ, ഇതാണ് നമ്മൾ നിയോ പെൻറ്റൈൻ. ഇനി നിയോ പെൻറ്റൈൻ എന്ന് പറയും. നിയോ പെൻറ്റൈൻ എല്ലാത്തിനും കെമിക്കൽ ഫോർമുല C5H12 തന്നെയാണ് നിയോ പെൻറ്റൈൻ. ഇതാണ് പെൻറ്റൈൻ്റെ 3 ഡിഫറെൻറ്റ് ഐസോമേഴ്സ്. നെക്സ്റ്റ് ഹൈഡ്രോ കാർബൺസ്. എന്താണ് ഹൈഡ്രോ കാർബൺസ്? ആ പേര് തന്നെ ഉണ്ട്. ഹൈഡ്രജനും കാർബണും കൂടിയ കോമ്പൗണ്ട്സ്, കൂടിച്ചേർന്ന കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോ കാർബൺസ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി. ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞ CH4 അല്ലേ, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, C2H6 കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടിലോ ഡബിൾ ബോണ്ടിലോ ഉള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുക? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? മക്കളെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്ക് പോവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. ഹൈഡ്രോ കാർബണിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. മെയിനായിട്ട് ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ ആലിഫാറ്റിക്. ഓപ്പൺ ചെയിൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ആലിഫാറ്റിക്. ജസ്റ്റ് ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ക്ലോസ്ഡ് ചെയിൻ, ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സി ഇങ്ങനെ. ഇത് ഓപ്പൺ ചെയിനാണ്, എൻഡ് ക്ലോസ്ഡ് അല്ല. ഈ എൻഡ് ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ക്ലോസ്ഡ് ചെയിൻ എന്ന് പറയും. എൻഡ് ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ. ഇതാ ഓക്കെ ആണല്ലോ? ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ്ഡ് ചെയിൻ. ഓപ്പൺ ചെയിനെ നമ്മൾ ആലിഫാറ്റിക് എന്ന് പറയും. ക്ലോസ്ഡ് ചെയിൻ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ആലിസൈക്ലിക്കും ആരോമാറ്റിക്കും. ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞു നോക്കുക. ആലിഫാറ്റിക്കിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓപ്പൺ ചെയിന് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഓർ ട്രിപ്പിൾ. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ നമ്മളതിനെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? നോക്കിക്കോളൂ, സാച്ചുറേറ്റഡിൽ ആൽക്കെയിൻസ് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതായത് ആൽക്കെയിൻസ് നമ്മൾ പറയും. ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ENE. ANE എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട്, ENE എന്ന് പറയുമ്പം ഡബിൾ ബോണ്ട്, YNE എന്ന് പറയുമ്പം ട്രിപ്പിൾ ബോണ്ട്. അതാ നോക്കിക്കോളൂ, ആൽക്കെയിൻസ് ANE സിംഗിൾ ബോണ്ട്, ആൽക്കീൻസ് ENE ഡബിൾ ബോണ്ട്, ആൽക്കൈൻസ് YNE ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, നോക്കിക്കോളൂ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. എ ഹൈഡ്രോകാർബൺ ഇൻ വിച്ച് കാർബൺ ആറ്റംസ് ആർ കണക്റ്റഡ് ബൈ ഓൺലി സിംഗിൾ ബോണ്ട്. ശ്രദ്ധിക്കണേ, കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്. ഓക്കെ ആണല്ലോ? ഇനി സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആർ ഓൾസോ കോൾഡ് ആൽക്കെയിൻസ്. ഇതിന് നമ്മൾ എന്ത് പറയും? ANE. കീവേഡ് ഓർമ്മിച്ച് നോക്കണേ, ANE, ആൽക്കെയിൻസ്, ANE. ഓക്കെ, ജനറൽ ഫോർമുല CnH2n+2 ആണ്. ഞാൻ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, വേറെ N is the number of carbon atoms. ഇതാണ് അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ, a hydrocarbon in which 2 carbon atoms are connected by a double bond. 2 കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിൽ കണക്ട് ചെയ്താലും രണ്ടിനും കോമൺ ആയിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? അൺസാച്ചുറേറ്റഡ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയാൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻസ് എന്ന് പറയും, അല്ലെ ഹൈഡ്രോകാർബൺസിനെ ആൽക്കീൻസ് എന്ന് പറയും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഹൈഡ്രോകാർബൺസിനെ നമ്മൾ എന്ത് പറയും? ആൽക്കൈൻസ്, YNE, ആൽക്കൈൻസ് എന്ന് പറയും. നോക്കിക്കോളൂ, ആൽക്കീൻസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഇൻ വിച്ച് ദ 2 കാർബൺ ആറ്റംസ് ആർ കണക്റ്റഡ് ബൈ എ ഡബിൾ ബോണ്ട്. ജനറൽ ഫോർമുല CnH2n ആണ് നമ്മൾ പറയും. ഓക്കെ, എക്സാമ്പിൾ എത്തീൻ, പ്രൊപ്പീൻ എക്സെട്ര പറയും.
Alkynes, an unsaturated hydrocarbon in which two carbon atoms are connected by a triple bond. Connected by a triple bond, general formula CnH2n-2 ആണ്. CnH2n-2 ആണ് പറയും. എത്തൈൻ, പ്രൊപ്പൈൻ, എക്സെട്ര. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഫസ്റ്റ് പറയുന്നത് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് വരുന്നത് ആൽക്കീൻസ്. ആൽക്കീൻസ്. തേർഡ് വരുന്നത് ആൽക്കൈൻസ്. ആൽക്കൈൻസ്. ഈ ആൽക്കൈൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ആൽക്കൈൻസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ഓക്കെ, ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. Unsaturated hydrocarbon. Alkanes also unsaturated hydrocarbon. ആൽക്കീൻസിൽ എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കൈൻസിൽ സിംഗിൾ ബോണ്ട്. ഓക്കെ, ആൽക്കീൻസിൽ ഡബിൾ ബോണ്ട്. ആൽക്കീൻസിൽ ഡബിൾ ബോണ്ട്. ആൽക്കൈൻസിൽ ട്രിപ്പിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിൽ വരുന്ന ഫസ്റ്റിലത്തെ ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻസിൽ ഫസ്റ്റിലത്തെ ഹൈഡ്രോകാർബൺ മീതെയിൻ ആണ്. മീതെയിൻ. കെമിക്കൽ ഫോർമുല പഠിക്കണം നിങ്ങൾ. CH4 ബൈഹാർട്ട് ചെയ്യുക. CH4. ആൽക്കീൻസിൽ മീതെയിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഇല്ല. ആൽക്കൈൻസിൽ ഇല്ല. അതായത് കാർബൺ 1 ആണെങ്കിൽ, ശ്രദ്ധിക്കേ, കാർബൺ 1 ആണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ കീവേഡ് മെത്താണ്. മെത്ത്. കാർബൺ 1 ആണെങ്കിൽ കീവേഡ് മെത്ത്. ഓക്കെ ആണോ? കാർബൺ 1 ആണെങ്കിൽ മെത്ത്. അപ്പോൾ നിങ്ങൾ ആൽക്കൈൻസിൻ്റെ ഒപ്പം AN ചേർത്താൽ മതി. മെത്ത് പ്ലസ് AN, മീതെയിൻ. ഇതിൽ രണ്ടിലും അങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല. മെത്തീൻ, മെത്തൈൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്സ് ഇല്ല. അത് നിങ്ങൾ പഠിക്കണ്ട. അങ്ങനെ ഒരു കോമ്പൗണ്ട്സ് ഇല്ല. കാർബൺ 2 ആണെങ്കിൽ നമ്മളെ കീവേഡ് എത്താണ്. കീവേഡ് എന്താണ്? എത്ത്. ETH. അപ്പോൾ നിങ്ങൾ പറയൂ, എന്തായിരിക്കും പേര്? ഈതെയിൻ. ഓക്കെ ആണല്ലോ. C2H6. എങ്ങനെയാണ് ഇത് വന്നതെന്ന് നോക്കിക്കോളൂ. ഒന്നാമത്തെ കോമ്പൗണ്ട് ബൈഹാർട്ട് ചെയ്യുക. CH4. ഇതിൻ്റെ ഒപ്പം നിങ്ങളൊരു CH2 ആഡ് ചെയ്യുക. CH2. C + C, C2. H4 + H2, H6. C2H6. അതിൻ്റെ പേരെന്താണ്? ഈതെയിൻ. ഇതിൽ എത്തീൻ എന്നാ പേര്? എത്തീൻ അല്ലെ ഈതീൻ? എത്തീൻ അല്ലെ ഈതീൻ അല്ലേ? അപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല എന്താണ് വരിക? C2H4. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ H6 അല്ലേ, ഒരു 2 ഹൈഡ്രജനെ മൈനസ് ചെയ്യുക. 2 ഹൈഡ്രജനെ മൈനസ് ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, എന്താണ് വരിക? എത്തൈൻ. എത്തൈൻ. 2 ഹൈഡ്രജനെ മൈനസ് ചെയ്താൽ C2H2. ഫസ്റ്റിലത്തെ CH4, അതിൻ്റെ ഒപ്പം CH2 ആഡ് ചെയ്തു. ഈതെയിൻ. C2H6. അതിൽ നിന്ന് 2 ഹൈഡ്രജൻ മൈനസ് ചെയ്തു. എത്തീൻ. 2 ഹൈഡ്രജൻ മൈനസ് ചെയ്തു. എത്തൈൻ. C2H2. കാർബൺ 3 ആണെങ്കിൽ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 3 ആണെങ്കിൽ കീവേഡ് പ്രൊപ്പാണ് മക്കളെ. പ്രൊപ്പ്. പ്രൊപ്പ്. അപ്പോൾ നമ്മുടെ AN ചേർക്കുമ്പോൾ എന്താ വരിക? പ്രൊപ്പെയിൻ. ഇതിൻ്റെ ഒപ്പം CH2 ആഡ് ചെയ്യൂ. C3H8. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ 2 മൈനസ് ചെയ്യും. അപ്പോൾ C3H6. C3H6. അതിന് നമ്മൾ എന്താ വിളിക്കുക? പ്രൊപ്പീൻ. പ്രൊപ്പീൻ. C3H6. അവിടുന്ന് 2 ഹൈഡ്രജൻ പിന്നെയും മൈനസ് ചെയ്യും. അപ്പോൾ എന്താണ് പേര്? പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ അല്ലേ? C3H4. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത നോക്കൂ. കാർബൺ 4 ആണെങ്കിൽ നമ്മളെ കീവേഡ് ബ്യൂട്ടാണ്. ഇത് ബട്ട് എന്നല്ല, നിങ്ങൾ വായിക്കേണ്ടത് ബ്യൂട്ട് എന്നാണ്. ബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തെ കോമ്പൗണ്ട് ബ്യൂട്ടൈൻ ആണ്. AN ചേർക്കുമ്പം ബ്യൂട്ടൈൻ ആണ്. കെമിക്കൽ ഫോർമുല കാർബൺ 4 അല്ലേ? C4. ഇതിൻ്റെ അപ്പുറം 2 ആഡ് ചെയ്യുമ്പോൾ C4H10. ഇതിൻ്റെയാണ് നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ ഐസോമറിസം പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ബ്യൂട്ടൈൻ. അടുത്തത് ബ്യൂട്ടീൻ. ഹൈഡ്രജൻ 2 മൈനസ് ചെയ്യും. C4H8. ഓക്കെ ആണല്ലോ? അടുത്താണ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. ഇതിൽ നിന്ന് 2 ഹൈഡ്രജൻ മൈനസ് ചെയ്യില്ല. തൊട്ട് മുകളിലത്തെ CH2 ആഡ് ചെയ്താലും മതി. ഇതിന് തൊട്ട് മുകളിലത്തെ കോമ്പൗണ്ടിൽ നിന്ന് CH2 ആഡ് ചെയ്താലും മതി. C4H6. തൊട്ട് മുകളിലത്തെ കോമ്പൗണ്ട് CH2 ആഡ് ചെയ്താലും മതി.
C5. കാർബൺ 5 ആണെങ്കിൽ നമ്മുടെ കീവേഡ് പെൻറ്റ് ആണ്. പെൻറ്റ് സിമ്പിൾ അല്ലേ? പറയൂ. പെൻറ്റെയിൻ. പെൻറ്റെയിൻ. C5H12. C5H12. ഇവിടെ പെൻറ്റീൻ. പെൻറ്റീൻ. C5H10. ഓക്കെ. ഇവിടെ പെൻറ്റൈൻ. പെൻറ്റൈൻ. C5H8. C5H8. ഓക്കെ. കാർബൺ 6 ആണെങ്കിൽ കീവേഡ് ഹെക്സ് ആണ്. ഹെക്സ്. ഹെക്സെയിൻ. ഹെക്സെയിൻ. C6H14. C6H14. ഇതാണ് ഹെക്സീൻ. ഹെക്സീൻ. C6H12. ഹെക്സൈൻ. ഹെക്സൈൻ. C6H10. C6H10. ഓക്കെ. നെക്സ്റ്റ് കാർബൺ 7 ആണെങ്കിൽ ഹെപ്റ്റ്. കീവേഡ് ഹെപ്റ്റ്. HEPT. ഹെപ്റ്റ്. പറയൂ. ഹെപ്റ്റെയിൻ. C7H16. ഹെപ്റ്റെയിൻ. ഹെപ്റ്റീൻ. ഹെപ്റ്റീൻ. C7H14. റൈറ്റ്. ഹെപ്റ്റൈൻ. C7H12. ഓക്കെ ആണല്ലോ. ദെൻ കാർബൺ 8 ആണെങ്കിൽ ഒക്റ്റ്. കാർബൺ 8 ആണെങ്കിൽ ഒക്റ്റ്. ഒക്റ്റെയിൻ. ഒക്റ്റീൻ. ഒക്റ്റെയിൻ. ഞാൻ എഴുതുന്നില്ല. കാർബൺ 9 ആണെങ്കിൽ നോൺ. നോൺ. NON. നോൺ. നോണൈൻ. നോണീൻ. നോണൈൻ. കാർബൺ 10 ആണെങ്കിൽ ഡക്ക്. ഡക്ക്. DEC. ഡക്ക്. ഡക്കെയിൻ. ഡക്കീൻ. ഡക്കൈൻ. ഇങ്ങനെയാണ് മക്കളെ നമ്മുടെ സീരീസ് വരുന്നത്. ഇതാണ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ്. ഇത് ആൽക്കീൻസ്. ഇത് മൊത്തം ആൽക്കൈൻസ്. അപ്പോൾ നോക്കിക്കോളൂ. ഓരോ മെമ്പറും തൊട്ട് മുകളിലത്തെ മെമ്പറുമായിട്ട് CH2 ഡിഫറൻസിലുള്ളത്. ഓരോ മെമ്പറും തൊട്ട് മുകളിലത്തെ മെമ്പറുമായിട്ട് CH2 ഡിഫറൻസിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുല CnH2n+2. ജനറൽ ഫോർമുല ഓർമ്മിച്ച് നോക്കണേ. CnH2n+2. കാർബണ് 1 കൊടുത്താൽ 2 × 1 2 + 2 CH4. കാർബൺ ഓരോ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ ജനറൽ ഫോർമുല CnH2n. എല്ലാം ഡബിൾ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ. 2 4 3 6 4 8 5 10 6 12 എല്ലാം ഡബിൾ അല്ലേ? അപ്പോൾ CnH2n. ഇവിടെ ഡബിൾ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പം ജനറൽ ഫോർമുല CnH2n-2. CnH2n-2. ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് എഴുതുന്നതിന് ഒരു പേരുണ്ട് മക്കളെ. അതിനാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുക. ഹോമോലോഗസ് സീരീസ്. ഇതാണ് ഹോമോലോഗസ് സീരീസ് ഓഫ് ആൽക്കെയിൻസ്. ദിസ് ഈസ് ഹോമോലോഗസ് സീരീസ് ഓഫ് ആൽക്കീൻസ് ആൻഡ് ദിസ് ഈസ് ഹോമോലോഗസ് സീരീസ് ഓഫ് ആൽക്കൈൻസ്. ഓക്കെ. ഹോമോലോഗസ് സീരീസും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പറയും. ദിസ് ഈസ് ഹോമോലോഗസ് സീരീസ് ഓഫ് ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. What is homologous series? In homologous series, each member differs from the previous member by a CH2 unit. അല്ലേ? ഓരോ മെമ്പറും തൊട്ട് മുന്നിലത്തെ മെമ്പറുമായിട്ട് ഒരു CH2 യൂണിറ്റിന് ഡിഫറൻസിലാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇൻ ഹോമോലോഗസ് സീരീസ് ഈച്ച് മെമ്പർ ഡിഫേഴ്സ് ഫ്രം ദ പ്രീവിയസ് മെമ്പർ ബൈ എ CH2 യൂണിറ്റ്. വളരെ ശ്രദ്ധിക്കുക. ഹോമോലോഗസ് സീരീസിൻ്റെ 4 പോയിന്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോലോഗസ് സീരീസ്. Characteristics of homologous series. ഓർമ്മിച്ച് നോക്കുക. ഫസ്റ്റിലത്തെ പോയിന്റ്, ഈച്ച് മെമ്പർ ഡിഫേഴ്സ് ഫ്രം ദ പ്രീവിയസ് മെമ്പർ ബൈ എ CH2 യൂണിറ്റ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, they have a general formula. They have common general formula. Okay. They show similar chemical properties. Their physical properties increases gradually. Physical properties gradually ആയിട്ട് increase ചെയ്യും. എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ആൽക്കെയിൻസ്, ആൽക്കീൻസ്. കീവേഡ് ഒന്ന് ഓർമ്മിച്ച് നോക്കണേ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നോണ്, ഡക്ക്. Next we are going to discuss about allotropes of carbon. Allotropes of carbon. Allotropes are different physical forms of carbon. Different physical forms of carbon.
കാർബണിൻ്റെ മെയിനായിട്ടുള്ള 3 പ്രധാനപ്പെട്ട അലോട്രോപ്സ് ആണ് മക്കളെ. ഫസ്റ്റ് വൺ ഡയമണ്ട്, സെക്കൻഡ് വൺ ഗ്രാഫൈറ്റ് ആൻഡ് തേർഡ് വൺ ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ കുറേ കോമ്പൗണ്ട്സ് കൂടിയതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഫുള്ളറിനാണ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ദീസ് ആർ ദി 3 മെയിൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. Allotropes are the various physical forms in which an element can exist. Allotropes are the various physical forms. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും അലോട്രോപ്സിൻ്റെ. അലോട്രോപ്സിന് കാർബണിൻ്റെ മെയിൻ അലോട്രോപ്സ് ആണ് ഞാൻ പറഞ്ഞു, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ഓക്കെ. Diamond and graphite are the 2 common allotropes of carbon which are known as to us for centuries. Buckminster fullerene is the new allotrope of carbon which has been discovered recently. കുറച്ച് മുന്നേ ഡിസ്കവർ ചെയ്തതാണ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ഓക്കെ ആണല്ലോ. The properties of diamond and graphites are well known, but the properties of Buckminster fullerene are still being investigated. Diamond is a colorless, transparent substance having extraordinary brilliance. Diamond is quite heavy and extremely hard. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് നോൺ ഇൻ ദി നേച്ചർ ആൻഡ് ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമുക്ക് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഈച്ച് കാർബൺ ആറ്റം ഇൻ ദ ഡയമണ്ട് ക്രിസ്റ്റൽ ഈസ് ലിങ്ക്ഡ് വിത്ത് 4 other കാർബൺ ആറ്റംസ്. വളരെയധികം ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് കാർബൺ ആറ്റം. ഈ ഓരോ കാർബൺ ആറ്റവും 4 വേറെ കാർബൺ ആറ്റമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് വിത്ത് 4 other കാർബൺ ആറ്റംസ്. എല്ലാ കാർബൺ ആറ്റവും, ഇപ്പോൾ ഈ കാർബൺ ആണെങ്കിൽ ഇവിടെ 4 വേറെ കാർബണുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് വിത്ത് 4 other കാർബൺ ആറ്റംസ്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കണേ. കാർബൺ ആറ്റംസ് ബൈ സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ്. ദ 4 സറൗണ്ടിങ് കാർബൺ ആറ്റംസ് ആർ അറ്റ് ദ 4 കോർണേഴ്സ് ഓഫ് എ റെഗുലർ ടെട്രാഹെഡ്രൺ. ആ ഷേപ്പ് നിങ്ങൾ പിന്നെ പഠിക്കും. ടെട്രാഹെഡ്രൺ ഷേപ്പാണ്. ഓക്കെ. കോവാലന്റ് ബോണ്ട്സ്. ഡ്യൂ ടു ദിസ് ഡയമണ്ട് സ്ട്രക്ചർ ഈസ് വെരി റിജിഡ്. അതുകൊണ്ടാണ്, ഈ സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഡയമണ്ട് ഇത്രയും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആകാൻ കാരണം. ക്ലിയർ ആണല്ലോ. ആൻഡ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഹൈ ഡെൻസിറ്റി ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഡയമണ്ടിന് ഹൈ ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി വളരെ കൂടുതലാണ്, അതുപോലെ മെൽറ്റിംഗ് പോയിന്റും വളരെ കൂടുതലായിരിക്കും. കാർബണിൻ്റെ മറ്റൊരു അലോട്രോപ്പ് ആണല്ലേ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെ ആ സ്ട്രക്ചർ ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഡയമണ്ട്. അല്ലേ, ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്. എ ഗ്രാഫൈറ്റ് ക്രിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് എ ലെയർ ഓഫ് കാർബൺ ആറ്റംസ്. ഇങ്ങനെ കാർബൺ ആറ്റംസിൻ്റെ ലെയർ ആയിട്ടാണ് ഗ്രാഫൈറ്റിൻ്റെ ക്രിസ്റ്റലായിട്ട് ഉണ്ടാവുക. ശ്രദ്ധിച്ചോളൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈച്ച് കാർബൺ ആറ്റം, ഈ ബ്ലൂ കളറിലുള്ളതാണ് കാർബൺ ആറ്റം. ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് വിത്ത് 3 other കാർബൺ ആറ്റംസ്. ഓരോ കാർബൺ ആറ്റവും 3 വേറെ കാർബൺ ആറ്റംസ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. നമ്മൾ ഡയമണ്ടിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്? ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് വിത്ത് 4 other കാർബൺ ആറ്റംസ്. ഇവിടെ ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് വിത്ത് 3 other കാർബൺ ആറ്റംസ്. മറന്നു പോരെ മക്കളെ. Each carbon atom in a diamond layer is joined with 3 other carbon atoms by strong covalent bonds to form hexagonal rings. ഈ hexagonal ഷേപ്പിലുള്ള റിങ്സ് ആയിട്ടാണ് ഫോം ചെയ്യുക. ഓരോ എൻഡിലും കാർബൺ ആറ്റംസ് ഇങ്ങനെയുണ്ടാവും. ക്ലിയർ ആണല്ലോ. കാർബണിൻ്റെ മറ്റൊരു അലോട്രോപ്പാണ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ഫുള്ളറിൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ ഈസ് എൻ അലോട്രോപ്പ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് ക്ലസ്റ്റർ ഓഫ് 60 കാർബൺ ആറ്റംസ് ജോയിൻഡ് ടുഗദർ ടു ഫോം എ സ്പെറിക്കൽ മോളിക്യൂൾ. ഇതാ കണ്ടുള്ള ഫുട്ബോളിലെ ഷേപ്പിലുള്ള ഒരു സ്പെറിക്കൽ മോളിക്യൂൾസ് 60 കാർബൺ ആറ്റംസ് കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു സ്പെറിക്കൽ സ്ട്രക്ചറാണ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് എ ഡാർക്ക് സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി നോമൻക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, വാട്ട് ഈസ് നോമൻക്ലേച്ചർ? നോമൻക്ലേച്ചർ മീൻസ് ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് നെയിമിങ് എ കാർബൺ കോമ്പൗണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 5 മില്യൺസോളം കോമ്പൗണ്ട്സ് ഉണ്ടല്ലേ കാർബണിൻ്റെ. അപ്പം ആ കോമ്പൗണ്ട്സിനൊക്കെ പേരിടുക എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ IUPAC ഇതിനൊരു സെറ്റ് ഓഫ് റൂൾസ്, കാർബൺ കോമ്പൗണ്ട്സിനെ നെയിമിങ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ആ റൂൾസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ്. ക്ലോസ്ഡ് ചെയിനിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് സൈക്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിഫിക്സ് ആയിട്ട് ചേർക്കും. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ ചെയിൻ ആണ്. ഞാൻ ലാസ്റ്റ് പറയാം ക്ലോസ്ഡ് ചെയിനിൻ്റെ. ഓക്കെ ആണല്ലോ മക്കളെ, ശ്രദ്ധിക്കൂ. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല.
നെയിമിങ്ങിൻ്റെ പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അത് 10th CBSEയിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ചെറിയ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ. +1 നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ നിങ്ങൾക്ക് പ്രൈമറി പ്രിഫിക്സ്, സെക്കൻഡറി പ്രിഫിക്സ്, വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ് എന്നൊക്കെ വരും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ കാര്യം മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ജനറൽ ഫോർമുല പ്രിഫിക്സ്, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രിഫിക്സിൽ എന്തൊക്കെ വരും, വേർഡ് റൂട്ടിൽ എന്തൊക്കെ വരും, സഫിക്സിൽ എന്തൊക്കെ വരും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേർഡ് റൂട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം. വേർഡ് റൂട്ട് മീൻസ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് വേർഡ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ 1 ആണെങ്കിൽ പറഞ്ഞല്ലോ, കാർബൺ 1 ആണെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് മെത്താണ്, മെത്ത്. ഓക്കെ. കാർബൺ 2 ആണെങ്കിൽ വേർഡ് റൂട്ട് എത്താണ്, എത്ത്. കാർബൺ 3 ആണെങ്കിൽ വേർഡ് റൂട്ട് പ്രൊപ്പ്. ഓക്കെ. കാർബൺ 4 ആണെങ്കിൽ വേർഡ് റൂട്ട് ബ്യൂട്ടാണ്, ബ്യൂട്ട്. കാർബൺ 5 ആണെങ്കിൽ വേർഡ് റൂട്ട് പെൻറ്റാണ്. ഓക്കെ. കാർബൺ 6 ആണെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് ഹെക്സാണ്. കാർബൺ 7 ആണെങ്കിൽ വേർഡ് റൂട്ട് ഹെപ്റ്റാണ്. കാർബൺ 8 ആണെങ്കിൽ വേർഡ് റൂട്ട് ഒക്റ്റാണ്. കാർബൺ 9 ആണെങ്കിൽ വേർഡ് റൂട്ട് നോണാണ്. കാർബൺ 10 ആണെങ്കിൽ വേർഡ് റൂട്ട് ഡെക്കാണ്. ഇതാ നോക്കിക്കോളൂ. നമ്മൾ നെയിമിങ്ങിന് ആദ്യം ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അതിലുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ. ഇപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. സി 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 സി, എച്ച് 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 എച്ച്, സി, എച്ച് 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 എച്ച്, ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഇതിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് കാർബണിൻ്റെ ചെയിൻ. ഇപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ചെയിൻ കാണാം. 1 2 3 4 5. വേറെ ഏതാണ് ചെയിൻ? 1 2 3 4 1 2 3 4. താഴോട്ടൊരു ചെയിൻ ആണല്ലേ. കാർബണും തമ്മിലുള്ള ചെയിനാണ്. കാർബണും 1 2 3 4. റിവേഴ്സും നമുക്ക് ചെയിൻ എടുക്കാം. 1 2 3 4. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ്? 1 2 3 4 5 അല്ലേ? അതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ. അത് നമ്പർ കൊടുക്കുക. 1 2 3 4 5. ഓക്കെ ആണല്ലോ. ഇതാണ് ഐഡൻറ്റിഫൈ ദി ലോങ്ങസ്റ്റ് ചെയിൻ. അതിലുള്ള ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. ദെൻ ഡിറ്റർമൈൻ ദി വേർഡ് റൂട്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേർഡ് റൂട്ട് കാർബൺ 1 ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, അങ്ങനെ പോകും. പ്രിഫിക്സിൽ വരുന്നത് ശ്രദ്ധിക്കണേ. പ്രിഫിക്സിൽ നമുക്ക് വരുന്നത് ഹാലോ ഗ്രൂപ്പ്സ് ആണ് ഏറ്റവും മെയിൻ. ഹാലോ ഗ്രൂപ്പ് മീൻസ് ഹാലജൻസ് ഇല്ലേ, നമ്മൾ ഗ്രൂപ്പ് 17 പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് 17 ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അവർ തന്നെയാണ് ഹാലോ ഗ്രൂപ്പ്സ്. ഇപ്പോൾ നോക്കുള്ളൂ. ക്ലോറിൻ 1 നിങ്ങൾ ചേർക്കേണ്ടത് ക്ലോറോ, ബ്രോമിൻ 1 ചേർക്കേണ്ടത് ബ്രോമോ, അയഡിൻ 1 ചേർക്കേണ്ടത് അയഡോ. പ്രിഫിക്സിലാണ്, വേർഡ് റൂട്ടിന് തൊട്ട് മുന്നേ. ഓക്കെ. ഇതേപോലെ പ്രിഫിക്സിൽ വരുന്ന വേറൊരു ആൾക്കാർ, തൽക്കാലം നമുക്കിത് രണ്ടേ പഠിക്കാനുള്ളൂ 10th. ഓക്കെ. പ്രിഫിക്സിൽ വരുന്നത് CH3 പ്രിഫിക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ CH3 എന്ന് നമ്മൾ പറയാം, ചെയ്യുമ്പോൾ മനസ്സിലാവും. മീഥൈൽ എന്നാണ് ചേർക്കേണ്ടത്. C2H5 അല്ലെ CH3 CH2, C2H5 അല്ലെങ്കിൽ CH3 CH2 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് ഈഥൈൽ എന്നാണ്. ഈഥൈൽ. ഒന്നും മനസ്സിലായില്ലല്ലേ? ശ്രദ്ധിച്ചോളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നോക്കിക്കോളൂ. സി 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 എച്ച് എച്ച് സി എൽ എച്ച് 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 എച്ച്. ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദി ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഇതിലിപ്പോൾ ഒറ്റ ചെയിനല്ലേ ഉള്ളൂ, സ്ട്രൈറ്റ് ചെയിൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ചെയിനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്പർ കൊടുത്തു 1 2 3 4. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പ്രിഫിക്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. പ്രിഫിക്സ്, വേർഡ് റൂട്ട് അത് കഴിഞ്ഞിട്ടാണ്. പ്രിഫിക്സ് ഉണ്ടോ മക്കളെ ഇതിൽ? ഇതാ ഇവിടെ ഒരു ക്ലോറിൻ കാണുന്നില്ലേ, CL, ക്ലോറിൻ. ഇതാ നമ്മുടെ ക്ലോറിൻ പ്രിഫിക്സിൽ വരുന്നതാണ് ക്ലോറിൻ. ഓക്കെ ആണല്ലോ. ക്ലോറിൻ പ്രിഫിക്സിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് കീവേഡ് ചേർക്കണം? ക്ലോറോ. ഓക്കെ ആണോ? പ്രിഫിക്സായി. പ്രിഫിക്സിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നമ്പർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയിൻ്റെ നമ്പറും കൂടി അവിടെ കാണിക്കണം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ചെയിനിലല്ലേ ക്ലോറിൻ ഉള്ളത്, അതുകൊണ്ട് ഇതിന് ശരിക്കും 1 ക്ലോറോ എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. 1 ക്ലോറോ. ഇപ്പോൾ സെക്കൻഡ് ചെയിനിലാണ് ക്ലോറിൻ ഉള്ളതെങ്കിൽ 2 ക്ലോറോ, തേർഡ് ചെയിനിലാണെങ്കിൽ 3 ക്ലോറോ. അത് ഏറ്റവും ചെറിയ നമ്പറിൽ വരണം നമ്മൾ പറയാം. ഓക്കെ.
അപ്പോൾ 1 ക്ലോറോ. ഇനി അടുത്ത വേർഡ് റൂട്ട് അല്ലേ, പ്ലസ് വേർഡ് റൂട്ട് 1 നോർമലി ചേർക്കേണ്ട ആവശ്യമില്ല 1 ആണെങ്കിൽ. ഓക്കെ, വേർഡ് റൂട്ട് 1 2 3 4 4 കാർബൺ അല്ലേ. അപ്പോൾ നമ്മൾ വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് സഫിക്സ് ആണ്. സഫിക്സ്, പ്രിഫിക്സിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. നോക്കിക്കോളൂ, സഫിക്സിൽ വരുന്നത് ആഡ് ദ സഫിക്സ് ഫോർ സാച്ചുറേഷൻ. സാച്ചുറേഷൻ്റെ സഫിക്സ് ഒന്നുമില്ല. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എല്ലാ നിങ്ങൾ കാർബണും തമ്മിൽ എല്ലാ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ശ്രദ്ധിക്കുക, കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പ്രിഫിക്സിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എനി, ആൽക്കെയിൻ, എനി. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ENE എന്ന് ആഡ് ചെയ്യണം, ENE. കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ YNE ആഡ് ചെയ്യണം. സഫിക്സിലാണ്, സഫിക്സിൽ. ഓക്കെ ആണല്ലോ. ഇനി സഫിക്സിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മക്കളെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, സഫിക്സിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. 4 ഫങ്ഷണൽ ഗ്രൂപ്പേ നമുക്ക് 10th പഠിക്കാനുള്ളൂ. കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ +1 +2 പഠിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് 4 ഫങ്ഷണൽ ഗ്രൂപ്പേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ ആണ് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, OH ഗ്രൂപ്പാണ്. OH, അത് നിങ്ങൾക്ക് OH എന്ന് നിങ്ങളെ കോമ്പൗണ്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ സഫിക്സിൽ ആൽക്കഹോൾ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കീവേഡ് ഓൾ ഫോർ ആൽക്കഹോൾസ്. അപ്പം അത് OH ആണെന്ന് ഓർമ്മിക്കുക, OH. ഓക്കെ ആണല്ലോ. അടുത്തത് വരുന്നത് കീറ്റോൺസ് ആണ്. കീറ്റോൺസ് വരുന്നത് C ഡബിൾ ബോണ്ട് O. ഇതാണ് കീറ്റോൺസ്. C ഡബിൾ ബോണ്ട് O, ഓക്സിജനുമായിട്ടാണ് ഡബിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് O. അതിൻ്റെ പേര് കീറ്റോൺ. നമ്മൾ ചേർക്കേണ്ടത് ഓൺ. 1 എന്നാണ്, പക്ഷെ പേര് വായിക്കേണ്ടത് ഓൺ. പെൻറ്റനോൺ, ഹെക്സനോൺ. ഓക്കെ അല്ലേ? ഇതിൽ ഓൾ വരുമ്പം മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ. ഓക്കെ, ദെൻ അടുത്താണ് ആൾഡിഹൈഡ്സ്. അത് നമുക്ക് വരിക CHO അല്ലെ COH, CHO. അതാണ് ആൾഡിഹൈഡ്. നമ്മൾ ചേർക്കേണ്ട കീവേഡ് ആൾ. നമുക്ക് പറയാം. ഓക്കെ, ചേർക്കേണ്ട കീവേഡ് എന്താണ്? ആൾ. പ്രൊപ്പനാൾ, പെൻറ്റനാൾ, ഹെക്സനാൾ. ഓക്കെ, ലാസ്റ്റത്തെയാണ് കാർബോക്സിലിക് ആസിഡ്. അത് COOH ആണ് മക്കളെ, COOH. രണ്ടും നമ്മൾ ഡിഫറൻസ് ക്ലിയർ ആക്കണേ. ഇത് COH മാത്രമേ ഉള്ളൂ, ഇതിൽ COOH. അതിൽ നമ്മൾ ചേർക്കേണ്ട കീവേഡ് ഓയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, പെൻറ്റനോയിക് ആസിഡ്, ഓയിക് ആസിഡ്. അപ്പോൾ ഈ 4 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മാത്രമേ തൽക്കാലം നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് 4 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുള്ളൂ. സഫിക്സ് ഓക്കെ ആണല്ലോ. സഫിക്സിൽ വരുന്നത് എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ENE, മിനിമം ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മതി. YNE ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ. ഓക്കെ ആണല്ലോ. ദെൻ സഫിക്സിൽ വരുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കഹോൾ, OH ഗ്രൂപ്പാണ്. OH വരുന്നുണ്ട്, ഓൾ എന്ന് ആഡ് ചെയ്യണം സഫിക്സിൽ. പിന്നെ കീറ്റോൺസ് ആണ്, C ഡബിൾ ബോണ്ട് O ആണ്, കീറ്റോൺസ് ആണ്, ആഡ് ചെയ്യേണ്ടത് ഓൺ. ദെൻ ആൾഡിഹൈഡ്സ് CHO, മറന്നു പോരെ, CHO ആൾഡിഹൈഡ്സ്, ചേർക്കേണ്ടത് ആൾ. COOH കാർബോക്സിലിക് ആസിഡ്, നമ്മൾ ചേർക്കേണ്ടത് ഓയിക് ആസിഡ്. ഈ നോമൻ ക്ലേച്ചർ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് ഞാൻ മൊത്തത്തിലൊന്ന് ബ്രീഫ് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ 3 കോളംസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പറയുന്നത് പ്രിഫിക്സ് ആണ്, പ്രിഫിക്സ്. ഓക്കെ, സെക്കൻഡ് കോളത്തിൽ വേർഡ് റൂട്ട്. ദെൻ തേർഡ് കോളത്തിൽ നമുക്ക് സഫിക്സ്. ഓക്കെ ആണല്ലോ. പ്രിഫിക്സിൽ വരുന്ന നമ്മുടെ ഫസ്റ്റ് ആൾക്കാരാണ് ഹാലോ ഗ്രൂപ്പ്. ഓക്കെ ആണല്ലോ, ഹാലോ ഗ്രൂപ്പ്. നമ്മുടെ ജനറൽ ഫോർമുല പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഓക്കെ ആണല്ലോ. ഹാലോ ഗ്രൂപ്പ്, അതിൽ വരുന്നത് ക്ലോറിൻ. നമ്മൾ ചേർക്കേണ്ട പ്രിഫിക്സിൽ ചേർക്കേണ്ടത് ക്ലോറോ. ഓക്കെ, പിന്നെ ബ്രോമിൻ അല്ലേ, നമ്മൾ പ്രിഫിക്സിൽ ചേർക്കേണ്ടത് ബ്രോമോ. നമ്പർ കൊടുക്കാൻ മറന്നു പോറേ, ഏത് ചെയിനിലാണുള്ളത്. പിന്നെ അയഡിൻ. ഓക്കെ ആണല്ലോ, നമ്മൾ ചേർക്കുന്നത് അയഡോ. ദെൻ സെക്കൻഡ് വൺ ആൽക്കൈൽ ഗ്രൂപ്പ്.
ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? ഏതൊക്കെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? CH3 പ്രിഫിക്സിൽ വരുന്ന ഇത് ചേർക്കേണ്ടത് മീഥൈൽ. ഓക്കെ ആണല്ലോ. CH3 CH2 അല്ലെങ്കിൽ C2H5 അല്ലേ? എന്താണ് പ്രിഫിക്സിൽ ചേർക്കേണ്ടത്? ഈഥൈൽ. ഇത്രയേ ഉള്ളൂ 10th നമുക്ക് ചോദിക്കാൻ സാധ്യത പ്രിഫിക്സിൽ. ഓക്കെ ആണല്ലോ. ദെൻ വേർഡ് റൂട്ട് നമുക്കറിയുന്ന കാര്യമാണ്. കാർബൺ 1 ആണെങ്കിൽ മെത്ത്, കാർബൺ 2 ആണെങ്കിൽ എത്ത്, കാർബൺ 3 ആണെങ്കിൽ പ്രൊപ്പ്, കാർബൺ 4 ആണെങ്കിൽ ബ്യൂട്ട്, കാർബൺ 5 ആണെങ്കിൽ പെൻറ്റ്, കാർബൺ 6 ആണെങ്കിൽ ഹെക്സ്, കാർബൺ 7 ആണെങ്കിൽ ഹെപ്റ്റ്, കാർബൺ 8 ആണെങ്കിൽ ഒക്റ്റ്, കാർബൺ 9 ആണെങ്കിൽ നോൺ, കാർബൺ 10 ആണെങ്കിൽ ഡക്ക്. ഓക്കെ ആണല്ലോ. സഫിക്സിൽ വരുന്നത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇനി സാച്ചുറേഷൻ ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഏതെങ്കിലും മിനിമം ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ ഞാൻ ചെയിൻ്റെ നമ്പർ കൂടി കൊടുക്കാൻ ഓർമ്മിക്കുക. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YN. ഓക്കെ ആണല്ലോ. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ ആൽക്കഹോൾ അല്ലേ? നമ്മുടെ OH ഗ്രൂപ്പ് ചേർക്കേണ്ടത് ഓൾ. ദെൻ കീറ്റോൺ ഓക്കെ ആണല്ലോ. C ഡബിൾ ബോണ്ട് O ചേർക്കേണ്ടത് ഓൺ അല്ലേ? തേർഡ് വൺ ആൽഡിഹൈഡ് അല്ലേ? CHO, C ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH, CHO അല്ലേ? ചേർക്കേണ്ടത് എന്താണ്? ആൾ. ദെൻ കാർബോക്സിലിക് ആസിഡ് ഓക്കെ ആണല്ലോ. എങ്ങനെയാണ്? COOH അല്ലേ? അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH, COOH ഓക്കെ ആണല്ലോ. എന്താണ് ചേർക്കേണ്ടത്? ഓയിക് ആസിഡ്. മക്കളെ ഇത്രയേ ഉള്ളൂ നമുക്ക് 10th പഠിക്കാൻ. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് നമ്പറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോമൻക്ലേച്ചർ കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും CH3 CH, CH2 CH3 CH3. ഞാനിതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. CH3 CH3 CH CH3 CH3 CH2 CH3. ഇതാണല്ലോ കോമ്പൗണ്ട്. നോക്കിക്കോളൂ. CH3 ഇതാ CH3 CH3 ഓക്കെ. CH2 CH3. എന്താണ് നമ്മുടെ കീവേഡ്? ജനറൽ ഫോർമുല എന്തായിരുന്നു? പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. പ്രിഫിക്സ് ഉണ്ടോ മക്കളെ? പ്രിഫിക്സ് ഉണ്ടോ? ഉണ്ട്. പ്രിഫിക്സ് ഉണ്ട്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ അല്ലേ? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 1 2 3 4 സ്ട്രേറ്റ് ചെയിൻ ഉണ്ട്. 1 2 3 താഴോട്ടേക്ക് ഉണ്ട്. 1 2 3 4 വേറൊരു ചെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ചെയിൻ ആണ് നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അതാണ് ഏറ്റവും എളുപ്പമുള്ള ചെയിൻ. അതുകൊണ്ട് നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സ്ട്രേറ്റ് ചെയിൻ ആണ്. അത് നമ്പർ ഇടും 1 2 3 4. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു CH3 ഗ്രൂപ്പ് കാണാം അല്ലേ? എന്താണത്? മീഥൈൽ ഗ്രൂപ്പ് CH3. പ്രിഫിക്സിലല്ലേ ചേർക്കേണ്ടത്? എത്രാമത്തെ ചെയിനിലാണ് മീഥൈൽ വരുന്നത്? സെക്കൻഡ് ചെയിനിലാണ് മീഥൈൽ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ പേരെന്താ? പ്രിഫിക്സിൽ 2 മീഥൈൽ. ഓക്കെ ആണല്ലോ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 1 2 3 4 എത്ര കാർബൺ? 4 കാർബൺ. അപ്പോൾ നമ്മുടെ കീവേഡ് എന്താണ്? ബ്യൂട്ട്. ഓക്കെ ആണല്ലോ. ബ്യൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? പ്ലസ് ANE
എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ചേർത്ത് എഴുതിയാൽ മതി. സോ 2-methyl butane. 2-methyl butane. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ദെൻ ഇത് നോക്കിക്കോളൂ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്തു നമ്മൾ. നോക്കിക്കോളൂ, ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് 1 2 3 4 5 1 2 3 1 2 3 1 2 3 4 5. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ട്രേറ്റ് ചെയിൻ തന്നെയാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. 1 2 നമ്പർ കൊടുക്കൂ. 1 2 3 4 5. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, സെക്കൻഡ് ചെയിനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സെക്കൻഡ് ചെയിനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ ഫോർത്ത് ചെയിനിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നെയിം ശ്രദ്ധിച്ചോളൂ. സെക്കൻഡിൽ 2, അപ്പോൾ 2 2 2,2. അതിൻ്റെ അർത്ഥം സെക്കൻഡ് ചെയിനിൽ 2 ഉണ്ട്. പിന്നെ എത്രാമത്തെ ചെയിനിലാണ്? ഫോർത്ത് ചെയിൻ. മൊത്തം എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 3 ആയതുകൊണ്ട് നമ്മളതിനെ ട്രൈ എന്ന് പറയും. 2 മീഥൈൽ ഉണ്ടെങ്കിൽ ഡൈ. ഇവിടെ 3 ഉള്ളത് ട്രൈ. ഓക്കെ ആണല്ലോ. ഇനി ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നോക്കിക്കോളൂ. ട്രൈ മീഥൈൽ അല്ലേ? മീഥൈൽ അല്ലേ? ട്രൈ മീഥൈൽ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 5 അല്ലേ? 5ന് നമ്മുടെ വേർഡ് റൂട്ട് പെൻറ്റ് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേര് 2,2,4 2,2,4 ട്രൈമീഥൈൽ പെൻറ്റേൻ. 2,2,4 ട്രൈമീഥൈൽ പെൻറ്റേൻ. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 1 2 3 4 5 6. സെക്കൻഡിലൊരു CH3, തേർഡിലൊരു CH3, ഫിഫ്ത്തിലൊരു CH3. ഓക്കെ ആണല്ലോ. 2,3,5 ട്രൈമീഥൈൽ ലോങ്ങസ്റ്റ് ചെയിൻ ANE. സിമ്പിളാണല്ലോ. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ഇങ്ങനെയും നമ്പറിങ് ചെയ്യാം, ഇങ്ങനെയും റിവേഴ്സിലും നമ്പറിങ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മളത് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മീഥൈൽ ഗ്രൂപ്പ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിൽ വരുന്ന രീതിയിലാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ 2, അതുപോലെ 7, അതുപോലെ 8. നമ്മുടെ നെയിമിങ് എങ്ങനെയാണ്? 2,7,8 ട്രൈ മീഥൈൽ 2,7,8 ട്രൈ മീഥൈൽ ഐഡൻറ്റി. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 10 ആണല്ലേ? 10 ആണ് നമ്മൾ എന്താണ് പറയുക? ഡക്ക്. എല്ലാം സിംഗിൾ ബോണ്ട് ANE. ഡക്ക് ANE. 2,7,8 ട്രൈമീഥൈൽ ഡക്ക്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ, CH3 CH2 CH2 CH3. സിമ്പിൾ അല്ലേ? നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. പ്രിഫിക്സ് ഉണ്ടോ? ഇല്ല. പ്രിഫിക്സ് ഇല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? വേർഡ് റൂട്ട് എന്താണ്? 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ടാണ് വേർഡ് റൂട്ട്. പ്ലസ് എല്ലാം സിംഗിൾ ബോണ്ടാണ്. ANE ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് സിമ്പിളാണ്, പേര് ബ്യൂട്ടൈൻ. ഓക്കെ. സെക്കൻഡ് വൺ നോക്കിക്കോളൂ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 ട്രിപ്പിൾ ബോണ്ട്. നല്ല കാർബണിന് 4 വാലൻസി സാറ്റിസ്ഫൈ ഉള്ളൂ. 3 1 4. നമ്മൾ ഈ സ്ട്രക്ചറായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? CH3 ഓക്കെ, C ട്രിപ്പിൾ ബോണ്ട് CH3. 4 വാലൻസി സാറ്റിസ്ഫൈ ഉള്ളൂ എല്ലാ കാർബണും. നോക്കിക്കോളൂ, നമുക്ക് പ്രിഫിക്സ് ഉണ്ടോ? ഇല്ല, പ്രിഫിക്സ് ഒന്നും ഇല്ല. നമ്മുടെ വേർഡ് റൂട്ട് എത്രയാണ്? കാർബൺ 1 2 3 4. വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ടാണ്. ബ്യൂട്ട്. ഓക്കെ ആണല്ലോ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് YNE ചേർക്കണം. YNE ബ്യൂട്ട് YNE. എത്രാമത്തെ ചെയിനിലാണ് ട്രിപ്പിൾ ബോണ്ട്? സെക്കൻഡ് ചെയിനിലാണ് ട്രിപ്പിൾ ബോണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ബ്യൂട്ട് 2YNE എന്നൊക്കെ പറയും. ബ്യൂട്ട് 2I. സെക്കൻഡ് ചെയിനിലാണ് ട്രിപ്പിൾ ബോണ്ട്. അല്ലെ 2 ബ്യൂട്ടൈൻ എന്നും പറയാം. 2 ബ്യൂട്ടൈൻ സെക്കൻഡ് ചെയിനിലാണ് ട്രിപ്പിൾ ബോണ്ട് എന്നുകൊണ്ട് ആക്ച്വലി കറക്റ്റ് IUPAC പ്രകാരം ബ്യൂട്ട് 2YNE ആണ്. ബ്യൂട്ട് 2I. സെക്കൻഡ് ബോണ്ടിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട് സെക്കൻഡ് ചെയിനിൽ. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ, തേർഡ് വൺ CH3 CH3. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ? നമ്പർ 1 2 3. അപ്പോൾ സെക്കൻഡിൽ എന്തുണ്ട്? നമുക്കൊരു മീഥൈൽ ഉണ്ട്. സോ 2 മീഥൈൽ. ഒരു മീഥൈൽ അല്ലല്ലോ, 2 മീഥൈൽ ലോങ്ങസ്റ്റ് ചെയിൻ.
പ്രൊപ്പ് അല്ല സിംഗിൾ ബോണ്ട് 2-മീഥൈൽ പ്രൊപ്പൈൻ. എളുപ്പമല്ലേ? 2-മീഥൈൽ പ്രൊപ്പൈൻ. ഇവിടെ നോക്കിക്കോളൂ, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? പ്രിഫിക്സ് ഉണ്ടോ? ഉണ്ട്. ആരാണ്? CH3. ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ? 1 2 3 ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ ആണല്ലോ. അതിൽ നമുക്ക് സെക്കൻഡ് ചെയിനിൽ ഒരു ആര് വരുന്നുണ്ട്? പ്രിഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? 2-മീഥൈൽ. ലോങ്ങസ്റ്റ് ചെയിൻ 3 ആണ്, അപ്പോൾ പ്രൊപ്പാണ്. ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് സെക്കൻഡ് ചെയിനിൽ, അപ്പം പ്രൊപ്പ് 2-ene. സെക്കൻഡ് ചെയിനിൽ ഡബിൾ ബോണ്ട്, അപ്പോൾ 2-മീഥൈൽ പ്രൊപ്പ് 2-ene. 2-മീഥൈൽ പ്രൊപ്പ് 2-ene. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? സെക്കൻഡ് ചെയിനിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കുറച്ച് കോമ്പൗണ്ട്സ് കൂടി നോക്കിക്കോളൂ. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്കൊരു COOH അല്ലേ? എന്താണ് ഇത് ഗ്രൂപ്പ്? നമ്മൾ പറഞ്ഞു COOH. COOH ഏതാണ് ഗ്രൂപ്പ്? കാർബോക്സിലിക് ആസിഡ്. ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ്. നമ്മൾ ചേർക്കേണ്ടത് ഓയിക് ആസിഡ്. ഓയിക് ആസിഡ്. നമ്മളെ ജനറൽ ഫോർമുല പ്രിഫിക്സ്. പ്രിഫിക്സ് ഉണ്ടോ? പ്രിഫിക്സ് ഉണ്ടോ? പ്രിഫിക്സ് ഇല്ല. പ്രിഫിക്സ് ഇല്ല. വേർഡ് റൂട്ട് 1 2 3 4 5 അല്ലേ? 5ൽ നമ്മുടെ കാർബണിൻ്റെ പേരെന്താണ്? വേർഡ് റൂട്ട് പെൻറ്റാണ്. ഓക്കെ ആണല്ലോ? എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? സോ ANE. ഇത് നോക്കറ്, കാർബണും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട് അല്ലേ? കാർബണും കാർബണും തമ്മിൽ ANE. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഏതാണത്? ഓയിക് ആസിഡ്. ശ്രദ്ധിക്കുക മക്കളെ, ഈ സിംഗിൾ ബോണ്ടിൻ്റെ സ്ട്രൈക്ക് ചെയ്തിട്ട് ANEയോ ENEയോ YN ഏത് ബോണ്ട് ആയിക്കോട്ടെ, അതിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പേര് എഴുതാൻ. സോ പേരെന്താണ്? പെൻറ്റനോയിക് ആസിഡ്. പെൻറ്റനോയിക് ആസിഡ്. പെൻറ്റനോയിക് ആസിഡ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഇവിടെ നോക്കിക്കോളൂ, CCC ട്രിപ്പിൾ ബോണ്ട് C. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് CCC ട്രിപ്പിൾ ബോണ്ട്. എത്രാമത്തെ ചെയിനിലാണ്? 1 2 3 4. നമ്മൾ റിവേഴ്സ് നമ്പർ എടുത്താൽ 1 2 3 4. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഏറ്റവും ചെറിയ നമ്പറിൽ വരുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഏറ്റവും ചെറിയ നമ്പറിൽ വരുമ്പോൾ 1ൽ എടുക്കാം. 1ൽ ട്രിപ്പിൾ ബോണ്ട് എടുക്കാം. പ്രിഫിക്സ് ഇല്ലല്ലോ. വേർഡ് റൂട്ട് 4 ആയതുകൊണ്ട് ബ്യൂട്ടാണ്. ബ്യൂട്ട് നമ്മൾ 1ൽ എടുക്കുമ്പോൾ ബ്യൂട്ട് 1 YN. 1 ഏതാണ്ട് ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേര് ബ്യൂട്ടൈൻ എന്നാണ്. ബ്യൂട്ടൈൻ. 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 ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഇവിടെ നോക്കിക്കോളൂ, എന്താണിത്? എന്താണിത്? ഇവിടെ C ഡബിൾ ബോണ്ട് OH. ഇവിടെ CHO. CHO നമ്മൾ പറഞ്ഞതാണ്. CHO അല്ലെ? COH. CHO. എന്താണ് ഇത് ഗ്രൂപ്പ്? ആൽഡിഹൈഡാണ്. ആൽഡിഹൈഡാണ്. ഓക്കെ ആണല്ലോ? ആൽഡിഹൈഡ് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ആൾ. പ്രിഫിക്സ് ഉണ്ടോ? പ്രിഫിക്സ് ഉണ്ടോ? പ്രിഫിക്സ് ഉണ്ടോ? പ്രിഫിക്സ് ഇല്ല. പ്രിഫിക്സ് ഇല്ല. 1 2 3 4 5 6. റിവേഴ്സ് നമ്പർ വരുമ്പോൾ 1 2 3 4 5 6. 6 കാർബൺ. ഇപ്പോൾ എന്താണ്? ഹെക്സ്. എല്ലാം സിംഗിൾ ബോണ്ട്. സോ ANE പ്ലസ് അത് ചെറിയ നമ്പറിൽ വന്നോട്ടെ. അപ്പോൾ എത്രയാണ്? ഓൾ. സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പേരെന്താ? ഹെക്സനോൾ. ഹെക്സനോൾ. സോറി, ഓളല്ലേ? ആൾ. ആൾ. ഹെക്സനാൾ. 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 ആൽഡിഹൈഡ് അല്ലേ? ഹെക്സനാൾ. 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 ഓക്കെ ആണല്ലോ? ഇവിടെ ഏതാണ് ഗ്രൂപ്പ്? OH. 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 OH ഗ്രൂപ്പ് ആൽക്കഹോൾ അല്ലേ? OH ഗ്രൂപ്പ് ആൽക്കഹോൾ. ചേർക്കേണ്ടത് ഓൾ. ഓൾ. ഓക്കെ ആണല്ലോ? പ്രിഫിക്സ് ഉണ്ടോ? പ്രിഫിക്സ് ഇല്ല. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 1 2 3 4 5. 1 2 3 4 5. ഓക്കെ ആണല്ലോ? വേർഡ് റൂട്ട് എന്താണ്? 5 ആയതുകൊണ്ട് പെൻറ്റാണ്. എല്ലാം സിംഗിൾ ബോണ്ട്. ANE. ഫങ്ഷണൽ ഗ്രൂപ്പ് OH. ഓൾ. സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ പേര് പെൻറ്റനോൾ. പെൻറ്റനോൾ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ.
നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. അതിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വരുന്നുണ്ട് മക്കളെ. ഫസ്റ്റ് വൺ കമ്പഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ അഡിഷൻ റിയാക്ഷൻ, തേർഡ് വൺ then oxidation reaction, then substitution reaction. 4 ടൈപ്പ് റിയാക്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കമ്പഷൻ റിയാക്ഷൻ, അഡിഷൻ റിയാക്ഷൻ, substitution reaction, then oxidation. Combustion means burning in the presence of oxygen. Oxygen presence il burn ചെയ്യുന്നതാണ്. Addition എന്ന് പറഞ്ഞാൽ adding of hydrogen. Oxidation means adding of oxygen. Adding of oxygen. Substitution means നമ്മുടെ റീപ്ലേസ്മെന്റ് ആണ്, ഒരു ആറ്റം റീപ്ലേസ് ചെയ്യുന്നതാണ്. നമുക്കത് പറയാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. കമ്പഷൻ. നമ്മൾ പറഞ്ഞു കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. ആൻഡ് ഇറ്റ് ഗിവ്സ് ഓക്സൈഡ്സ് ആൻഡ് ഇറ്റ് ഈസ് എക്സോതെർമിക്, പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് ഓൾസോ ലൈറ്റ്. അല്ലേ, എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അതുകൊണ്ട് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കൂ. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഗിവ് എ ക്ലീൻ ഫ്ലെയിം. വാട്ട് യു മീൻ ബൈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്? സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് അല്ലേ, CH4, C2, H6 അല്ലെ, C3, H8, ഇതൊക്കെ സിംഗിൾ ബോണ്ട് ആണല്ലോ. ഇങ്ങനത്തെ സിംഗിൾ ബോണ്ട് കോമ്പൗണ്ട്സ് എപ്പോഴും സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ക്ലീൻ ബ്ലൂ ഫ്ലെയിമിലാണ് ബേൺ ചെയ്യുക. വൈൽ അൺസാച്ചുറേറ്റഡ് ലൈക്ക് C2H4, C3H6 എക്സെട്ര, അല്ലെ C2H2 എത്തൈൻ, ഇതേപോലത്തെ അൺസാച്ചുറേറ്റഡ് സിംഗിൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ദേ ബേൺസ് വിത്ത് സൂതി ഫ്ലെയിം. Unsaturated compounds give സൂതി ഫ്ലെയിം. സൂതി മീൻസ് ഒരു യെല്ലോ ഫ്ലെയിം. പാർഷ്യൽ കമ്പഷൻ ആയിരിക്കും, കമ്പഷൻ കംപ്ലീറ്റ് ആയിരിക്കണം എന്നില്ല. ബ്ലൂ ഫ്ലെയിം കംപ്ലീറ്റ് കമ്പഷനിലാണ് നമുക്ക് ബ്ലൂ ഫ്ലെയിം ഫോം ചെയ്യുന്നത്. പാർഷ്യൽ കമ്പഷൻ ആണെങ്കിൽ സൂതി സ്മോക്കി ഫ്ലെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോളൂ. ഇൻ കമ്പഷൻ റിയാക്ഷൻ സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് burns in the presence of oxygen to produce carbon dioxide, water plus heat and light. അതായത് ഹൈഡ്രോകാർബൺസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. മറന്നു പോകരെ. എക്സാമ്പിൾ നോക്കിക്കോളൂ. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കാർബൺ മാത്രമാണ്, ഹൈഡ്രോകാർബൺ അല്ല. ഇവിടെ നോക്കിക്കോളൂ, കാർബണും ഹൈഡ്രജനും അല്ലേ, ഹൈഡ്രോകാർബൺ അല്ലേ. CH4 പ്ലസ് O2 ഗീവ്സ് CO2 പ്ലസ് H2O പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സാച്ചുറേറ്റഡ് ആണ്, ക്ലീൻ ഫ്ലെയിം ആയിരിക്കും. CH3 CH2 OH എന്താണിത്? CH3 C2H5OH എത്തനോൾ. OH അല്ലേ, എത്തനോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ ആണല്ലോ. കമ്പഷൻ. ഓക്സിഡേഷൻ റിയാക്ഷൻ ഞാൻ പറഞ്ഞു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിഡേഷൻ. അഡിഷൻ റിയാക്ഷൻ ആണ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഓക്സിജനും, അഡിഷൻ റിയാക്ഷൻ അഡിഷൻ ഓഫ് ഹൈഡ്രജനുമാണ്. അപ്പം ഇവിടെ റിയാക്ഷൻ നടക്കണ്ടെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ ഉള്ള നമുക്ക് ഓക്സിഡൈസിങ് ഏജൻസ് വേണ്ടേ. ഓക്സിഡൈസിങ് ഏജൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാർബൺ കോമ്പൗണ്ട്സിൽ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജൻസ് ആണ് മക്കളെ. ഓർമ്മിച്ച് നോക്കണേ. ആൽക്കലൈൻ KMnO4. വാട്ട് ഈസ് ദിസ് KMnO4? ഇറ്റ് ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. And the next oxidizing agent is acidified K2Cr2O7. What is this K2Cr2O7? It is called potassium dichromate. Di means 2. 2 chromate ഉണ്ടല്ലോ. potassium dichromate. These are the oxidizing agents. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഓക്സിജനെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡാക്കിയിട്ട് മാറ്റും. ഓക്സിജനെ ആഡ് ചെയ്തിട്ട് ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ട് മാറ്റും. ആര്? ഓക്സിഡൈസിങ് ഏജൻസ്. അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. നോക്കിക്കോളൂ. CH3 CH2OH എന്താണിത്? എത്തനോൾ അല്ലേ മക്കളെ, അല്ലെങ്കിൽ C2
H5OH, എത്തനോൾ. എത്തനോളിന് ഈ ആൽക്കലൈൻ KMnO4 ഓർ അസിഡിഫൈഡ് K2Cr2O7 പ്ലസ് ഹീറ്റ് ചെയ്തിട്ട് അത് എന്തായി മാറും? എത്തനോയിക് ആസിഡായി മാറും. അല്ലേ? ഓക്സിജൻ ആഡ് ചെയ്തിട്ട് എത്തനോൾ എന്തായി മാറും? എത്തനോയിക് ആസിഡായി മാറും. സിമ്പിളാണ്, ഓർമ്മിച്ച് വെക്കണം. ആൽക്കലൈൻ KMnO4 അസിഡിഫൈഡ് K2Cr2O7 ഓർമ്മിച്ച് വെക്കുക. ഓക്സിഡേഷൻ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഹീറ്റ് ചെയ്യണം. എത്തനോള് എത്തനോയിക് ആസിഡ്, അതായത് ആൽക്കഹോള് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത് നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡിഷൻ റിയാക്ഷൻ. അഡിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അഡിഷൻ മീൻസ് ആഡിങ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുക, അല്ലേ? ബോണ്ട് ബ്രേക്ക് ചെയ്യലാണ് അഡിഷൻ റിയാക്ഷൻ. എന്താണ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2, എന്താണിത്? C2H4 അല്ലേ മക്കളെ? C2H4 മീൻസ് ഇത് ഈഥീനല്ലേ? ഈഥീനല്ലേ? ഈഥീന് ഹൈഡ്രജനെ ആഡ് ചെയ്യും. ഹൈഡ്രജനെ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. വാട്ട് ആർ കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആർ യൂസ്ഡ് ടു ചേഞ്ച് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി, റേറ്റ് കൂട്ടാൻ മാത്രമല്ല കുറക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനോ കുറക്കാനോ, ചേഞ്ച് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാറ്റലിസ്റ്റ്. നമ്മൾ സാധാരണ റിയാക്ഷൻ റേറ്റ് കൂട്ടുക ചെയ്യാം. ഓക്കെ ആണല്ലോ? സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം എക്സെട്ര. ഓർമ്മിച്ച് നോക്കണേ. വാട്ട് ആർ കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആർ യൂസ്ഡ് ടു ചേഞ്ച് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് കൺസ്യൂമിങ് ഇൻ ഇറ്റ്. അത് അവർ സ്വന്തമായിട്ട് ആ റിയാക്ഷനിൽ കൺസ്യൂം ചെയ്യില്ല. അവർ ആ റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുള്ളൂ. കൂട്ടുകയോ ചെയ്യാം മോസ്റ്റ് പ്രോബ്ലി. റിയാക്ഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യും, പക്ഷേ വിത്തൗട്ട് ഇറ്റ് സെൽഫ് കൺസ്യൂമിങ് ഇൻ ഇറ്റ്. അവരിൽ ആ റിയാക്ഷനിൽ സ്വന്തമായിട്ട് കൺസ്യൂം ചെയ്യില്ല. ഓക്കെ. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരൊക്കെയാണ്? നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം. ഓക്കെ. ചിലപ്പോൾ വാട്ട് ആർ കാറ്റലിസ്റ്റ് ചോദിച്ചാൽ എഴുതണേ. ഓക്കെ ആണല്ലോ? നോക്കിക്കോളൂ. CH2 ഡബിൾ ബോണ്ട് CH2 C2H4 ഹൈഡ്രജനെ ആഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും വരും, ഒരു ഹൈഡ്രജൻ ഇവിടെയും വരും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആവും. അപ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? CH3 ഒരു ഹൈഡ്രജൻ ഇവിടത്തേക്ക് വന്നു, CH3 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായി. ഒരു ഹൈഡ്രജൻ ഇവിടത്തേക്ക് വന്നു, CH3 സിംഗിൾ ബോണ്ട് CH3 C2H6. എന്താണ് മക്കളെ ഇത്? ഈഥെയ്ൻ. എത്തീന് ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഈഥെയ്നായി. ആരുടെ പ്രസൻസിൽ? കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ്. ഇതോടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ റാഡിക്കലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ ആണല്ലോ? ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായി CH3 സിംഗിൾ ബോണ്ട് CH3. ഈ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ്. മക്കളെ അടുത്ത് നോക്കിക്കോളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്, അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. An atom or a group of atom which replaces another atom or group in a compound. ഒരു ആറ്റമോ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതേപോലത്തെ ഒരു റിയാക്ഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുക. ഇവിടെ നോക്കിക്കോളൂ. ഇപ്പോൾ CH4 എന്താണ്? CH4 CH ഇതല്ലേ CH4. ഇതിൽ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ മീഥേനിലേക്ക് കൂടി ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കുക, നേരത്തെ പോലെ നമുക്ക് സൺലൈറ്റ് അല്ലെ UV റേസിൻ്റെ പ്രസൻസിലെ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. സൺലൈറ്റിൻ്റെ പ്രസൻസിലെ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ എയറോ മാർക്കിൻ്റെ മുകളിൽ സൺലൈറ്റ് വേണം. ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെയുള്ള ഒരു ക്ലോറിൻ ഇല്ലേ, ഈ ക്ലോറിൻ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ഈ ക്ലോറിൻ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് എന്തായി മാറും? CH ഇവിടുത്തെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ അവിടെ നിൽക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ റിലീസായല്ലോ. ഇവിടെ ഓൾറെഡി ഒരു ക്ലോറിനും ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഹൈഡ്രജനും ആ ക്ലോറിനും കൂടി HCl ആയി മാറും. അപ്പോൾ ഇതെന്തായി?
CH3Cl അല്ലേ, CH3Cl, ഇതിൻ്റെ പേര് ക്ലോറോമീഥെയിൻ. CH3Cl നമ്മൾ പറയും ക്ലോറോമീഥെയിൻ. ഐഡിയ ക്ലിയർ അല്ലേ? ഇതാ നോക്കിക്കോളൂ, CH4 plus Cl2 gives CH3Cl plus HCl in the presence of sunlight. Next we are going to discuss about some important carbon compounds. രണ്ട് ഇമ്പോർട്ടൻ്റ് കാർബൺ കോമ്പൗണ്ട്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എത്തനോൾ ആണ്. സെക്കൻഡ് വൺ എത്തനോയിക് ആസിഡ് ആണ്, അസറ്റിക് ആസിഡ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് എത്തനോൾ. നിങ്ങൾക്കറിയാം ethanol means CH3CH2OH or simply C2H5OH. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് എത്തനോൾ. എത്തനോളിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല CH3CH2OH, C2H5OH. ഓക്കെ ആണല്ലോ? എത്തനോൾ ഈസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ലിക്വിഡ് ആണ്. ഇറ്റ് ഈസ് ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. നമ്മൾ ലിക്കറിലെ ആൽക്കഹോളിക് ഡ്രിങ്ക്സിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് എത്തനോൾ. ഓക്കെ ആണല്ലോ? ഇറ്റ് ഈസ് എ ഗുഡ് സോൾവെൻറ്റ്, ദെർഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ സച്ച് ആസ് ടിങ്ചർ ഓഫ് അയഡിൻ. അതേപോലെ കഫ് സിറപ്പിലെല്ലാം ടോണിക്സിലെല്ലാം നമ്മൾ ഈ എത്തനോൾ യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ആൻഡ് ഈസ് മിസിബിൾ വിത്ത് വാട്ടർ അറ്റ് ഓൾ പ്രൊപ്പോർഷൻസ്. ഇറ്റ് ഈസ് മിസിബിൾ വിത്ത് വാട്ടർ. വാട്ടറിൽ മിസിബിൾ ആയിരിക്കും. ആൻഡ് ഈസ് കളർലെസ് ലിക്വിഡ്. ഇതൊരു കളർലെസ് ലിക്വിഡാണ്, മിസിബിൾ വിത്ത് വാട്ടർ അറ്റ് ഓൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, എത്തനോളിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ റിയാക്ഷൻ വിത്ത് സോഡിയം. എത്തനോളിൻ്റെ റിയാക്ഷൻ വിത്ത് സോഡിയം ഇതാണ്. നമ്മൾ CH3CH2OH എത്തനോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചോളൂ, സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും, ഹൈഡ്രജൻ പോകും. അപ്പോൾ ഇവിടെയുള്ള ഈ CH3CH2O ഇല്ലേ, ഈ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ സോഡിയം വന്ന് നിൽക്കും. അപ്പോൾ നോക്കിക്കോളൂ, 2CH3CH2ONA, 2CH3CH2ONA. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ എഴുതുക? Na plus C2H5OH gives C2H5ONA plus hydrogen. And the C2H5ONA or CH3CH2ONA is called sodium methoxide. It is called, ഈ പേരൊന്ന് പഠിച്ചു വെക്കണേ മക്കളെ, it is called sodium methoxide. നെക്സ്റ്റ് റിയാക്ഷൻ ശ്രദ്ധിച്ചോളൂ, റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 443 Kelvin, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ റിയാക്ഷനെ നമ്മൾ പറയും ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. വൈ ഇറ്റ് ഈസ് കോൾഡ് ഡീഹൈഡ്രേഷൻ? റിമൂവൽ ഓഫ് വാട്ടർ ആണ് ഡീഹൈഡ്രേഷൻ. അല്ല, ഡീഹൈഡ്രേറ്റഡ് ആവുക എന്നൊക്കെ പറയില്ല. നമ്മൾ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് ലോസ് ആകുമ്പോഴല്ലേ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുക എന്ന് പറയും. അപ്പം ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ. അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. Concentrated sulfuric acid act as a dehydrating agent. അപ്പോൾ എത്തനോളിന് എന്ത് റിമൂവ് ചെയ്യും? ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എത്തനോളിന് വാട്ടറിനെ റിമൂവ് ചെയ്യും. നോക്കിക്കോളൂ, CH3CH2OH, C2H5OH, ഇതിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യും. അപ്പോൾ OH മാറും, ഇവിടുത്തെ ഒരു ഹൈഡ്രജനും മാറും. അപ്പം ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? C2H4 ബാക്കി ഉണ്ടാവുള്ളൂ. നോക്കിക്കോളൂ, CH3CH2OH ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, CH2C ഡബിൾ ബോണ്ട് CH2, C2H4, CH2 ഡബിൾ ബോണ്ട് CH2. എന്താണിത്? നമ്മുടെ ഈഥീനാണ്. ഈഥീൻ പ്ലസ് വാട്ടർ. എത്തനോളിനെ ഈഥീനാക്കി മാറ്റും, വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട്. നെക്സ്റ്റ് യൂസസ് ഓഫ് എത്തനോൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആൽക്കഹോളിക് ബിവറേജസ്, ഫ്യൂവൽ ആൻഡ് ഫ്യൂവൽ അഡിറ്റീവ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സോൾവെൻറ്റ്. It is used as preservative. It is used in antiseptic and disinfectant, cleaning and personal products, etc. Okay, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്ത് നോക്കിക്കോളൂ, നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട് ആണ് എത്തനോയിക് ആസിഡ് അല്ലെ. എത്തനോയിക് ആസിഡ് CH3COOH.
എത്തനോയിക് ആസിഡ് ഈസ് ഓൾസോ കോൾഡ് അസറ്റിക് ആസിഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. എത്തനോയിക് ആസിഡിനെ ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് അസറ്റിക് ആസിഡ്. 5 to 10% സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ ഈസ് കോൾഡ് വിനെഗർ. ഈ അസറ്റിക് ആസിഡിൻ്റെ 5 to 10% സൊല്യൂഷൻ ഇൻ വാട്ടർ ആണ് എന്ത്? വിനെഗർ അല്ലേ. അതായത് 100 മില്ലി വിനെഗർ എടുത്തു കഴിഞ്ഞാൽ 100 മില്ലി വിനെഗർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 to 10% എന്തുണ്ടാവുള്ളൂ? അസറ്റിക് ആസിഡ് ഉണ്ടാവുള്ളൂ. ബാക്കി റിമൈനിങ് 90% എന്തായിരിക്കും? 90 to 95% വാട്ടർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. വിനെഗർ ഈസ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്. നിങ്ങൾക്കറിയാം പിക്കിൾസിലെല്ലാം നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അസറ്റിക് ആസിഡ് ഈസ് അറൗണ്ട് 290 Kelvin. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വിൻ്റർ സീസണിലൊക്കെ ഇത് പെട്ടെന്ന് ഫ്രോസൺ ആവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയും. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഇറ്റ് ഫ്രീസസ് ഇൻ കോൾഡ് ക്ലൈമറ്റ് വിൻ്റർ സീസണിൽ. അതുകൊണ്ട് നമ്മൾ അതിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയും. ഇതാണ് നമ്മളെ അസറ്റിക് ആസിഡ്. കളർലെസ് ആണ് ആൻഡ് ഈസ് എ വീക്ക് ആസിഡ്. എത്തനോയിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് മക്കളെ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എത്തനോളിൻ്റെ ഒരു റിയാക്ഷൻ, എത്തനോയിക് ആസിഡിൻ്റെ ഒരു റിയാക്ഷനാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഇതിൽ എത്തനോളും കൂടി ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഇതിൽ 2 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് അല്ലേ നമ്മൾ പഠിക്കുന്നത്? ഏതൊക്കെയാണ്? എത്തനോളും എത്തനോയിക് ആസിഡും. അവർ തന്നെയാണ് ഇതിലെ റിയാക്റ്റൻസ്. എത്തനോളും എത്തനോയിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് എസ്റ്റർ ഫോം ചെയ്യുന്നതാണ് നമ്മുടെ റിയാക്ഷൻ. എസ്റ്ററും വാട്ടറും ഫോം ചെയ്യുന്നതാണ് റിയാക്ഷൻ. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ എത്തനോയിക് ആസിഡിൻ്റെ ഫോർമുല CH3COOH. ഓക്കെ ആണല്ലോ. പ്ലസ് എത്തനോൾ എന്താണ്? C2H5OH ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ആസിഡ് ഓർ ലൈക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. വാട്ടറിനെ റിമൂവ് ചെയ്യും. അപ്പം നമുക്ക് പ്ലസ് വാട്ടറും കാണാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് ഫോം ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ, CH3COO. ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ OHും മാറും. എന്നിട്ട് വാട്ടർ ആവും. CH3COO C2H5. ഇതാണ് മക്കളെ നമ്മുടെ എസ്റ്റർ പ്ലസ് വാട്ടർ. സിമ്പിളാണ് കാര്യം. അതായത് നമ്മൾ ഫസ്റ്റിലത്തെ എത്തനോയിക് ആസിഡിൻ്റെ അവസാനത്തെ ഓക്സിജൻ ഇല്ലാതെ എഴുതുക. CH3COO. അവസാനത്തെ ഹൈഡ്രജൻ ഇല്ലാതെ എഴുതുക. എന്നിട്ട് എത്തനോളിൻ്റെ ഫസ്റ്റിലത്തെ C2H5 എഴുതുക. ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഓൾറെഡി ബാലൻസ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു OHും ബാലൻസ് ഉണ്ടായിരുന്നല്ലോ. ഈ H പ്ലസ് OH എന്താവും? H2O8 മാറും. CH3COO C2H5. ഇതിനാണ് നമ്മൾ എസ്റ്റർ എന്ന് പറയുക. എസ്റ്റർ ഈസ് എ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ ദി മേക്കിംഗ് ഓഫ് പെർഫ്യൂംസ് ആൻഡ് എസൻസ് എക്സെട്ര. എസൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എസ്റ്റർ യൂസ് ചെയ്യും. സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ്. റിയാക്ഷൻ നോക്കിക്കോളൂ. CH3COOH പ്ലസ് CH3CH2OH ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് എസ്റ്റർ ആൻഡ് വാട്ടർ ഈസ് ഫോംഡ്. എസ്റ്റർ പ്ലസ് വാട്ടർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്ത ഡീഹൈഡ്രേഷൻ ഏജന്റ് ആണല്ലോ. വാട്ടറിനെ റിമൂവ് ചെയ്യല്ലോ. അപ്പോൾ അത് വാട്ടറിനെ റിമൂവ് ചെയ്യും, H2O റിമൂവ് ചെയ്യും. സിമ്പിൾ അല്ലേ? റിയാക്ഷൻ വിത്ത് ബേസ്. എത്തനോയിക് ആസിഡിൻ്റെ റിയാക്ഷൻ വിത്ത് ബേസ് നോക്കിക്കോളൂ. നമ്മളിവിടെ ഒരു യൂസ് ചെയ്യുന്ന സ്ട്രോങ് ബേസ് ആണ് NaOH അല്ലേ. NaOH പ്ലസ് അവർ എത്തനോയിക് ആസിഡ് CH3COOH gives CH3COONA plus water. This CH3COONA is called sodium ethanoate. ഇതിന് നമ്മൾ പറയും sodium ethanoate. This reaction is very important in the making of soaps. സോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. സോപ്പിൻ്റെ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. അതുകൊണ്ട് ഇതിന് നമ്മൾ സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയും. നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഈ റിയാക്ഷനെ സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ ആണല്ലോ. So ethanoic acid reacts with the base to produce sodium ethanoate and water. Reaction with the carbonates and bicarbonates. നോക്കിക്കോളൂ. ethanoic acid reacts with carbonates. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഡിയം കാർബണേറ്റ് ടു പ്രൊഡ്യൂസ് CH3CONA. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് CH3CONA? സോഡിയം എത്തനോയേറ്റ് അല്ലേ. സോഡിയം
എത്തനോയേറ്റ് പ്ലസ് ഹൈഡ്രജൻ വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ബൈകാർബണേറ്റ് ആയാലും റിയാക്ഷൻ സെയിം തന്നെയാണ്. ബാലൻസിങ്ങിൽ മാത്രം ഇവിടെ ഒരു 2 വരും, ഇവിടെ 2 ഉണ്ടാവില്ല. ഇവിടെ 2 ഉണ്ടാവും, ഇവിടെയും 2 ഉണ്ടാവും, ഇവിടെ 2 ഇല്ല. ബാലൻസിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. റിയാക്ഷൻ സെയിം ആണ്. CH3COH പ്ലസ് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 സോഡിയം ബൈകാർബണേറ്റ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് gives sodium methanoate സെയിം പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡിയം കാർബണേറ്റ് ആയാലും സോഡിയം ബൈകാർബണേറ്റ് ആയാലും റിയാക്ഷൻ സെയിം ആയിരിക്കും. ബാലൻസിങ്ങിൽ മാത്രമേ ഉള്ളൂ. ഇറ്റ് പ്രൊഡ്യൂസസ് സോഡിയം മെത്തനോയേറ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ്. മക്കളെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്, സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ഈ സെക്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, നോക്കിക്കോളൂ. Soaps are sodium or potassium salts of long chain fatty acid. Sodium or potassium salts of fatty acids ആണ്. സോഡിയം സാൾട്ടോ അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ടോ. ഡിറ്റർജൻസ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട്സ് ഓഫ് സൾഫോണിക് ആസിഡ്സ് ആണ്. ഒരു സോപ്പ് മോളിക്കൂളിന് 2 പാർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെയാണ് ഒരു സോപ്പ് മോളിക്കൂൾ ഉണ്ടാവുക. ഒരു സോപ്പ് മോളിക്കൂളിന് 2 പാർട്ട് ഉണ്ടാവും. ഇവിടെ മുകളിൽ ഇപ്പം നമ്മൾ സോഡിയം Na+ ആണെങ്കിൽ ഇതിനെ നമ്മൾ അയോണിക് എൻഡ് എന്ന് പറയും. ഈ എൻഡിനെ നമ്മൾ അയോണിക് എൻഡ് എന്ന് പറയും. ഇല്ല, ഈ അതർ എൻഡാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എൻഡ്. ഇവിടെ നോക്കിക്കോളൂ. ഇതാ സോഡിയം ഇവിടെ അയോണിക് എൻഡാണ്, മറ്റേ എൻഡ് നമ്മുടെ ഹൈഡ്രോ കാർബൺ എൻഡാണ് അല്ലേ. ഈ അയോണിക് എൻഡ് വിച്ച് ഈസ് ഹൈഡ്രോഫിലിക്, ശ്രദ്ധിക്കണേ, ഹൈഡ്രോഫിലിക് ആണ്. ഹൈഡ്രോഫിലിക് മീൻസ് വാട്ടർ ലവിങ് ആണ്. വാട്ടർ ലവിങ് എൻഡ് എന്ന് പറഞ്ഞാൽ അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും, വാട്ടറിനെ ലവ് ചെയ്യും. ആൻഡ് ദിസ് ഹൈഡ്രോ കാർബൺ എൻഡ് ഈസ് വാട്ടർ ഹേറ്റിംഗ് ആണ്, അല്ലെ വാട്ടർ റിപ്പല്ലിംഗ് ആണ്. വാട്ടർ റിപ്പല്ലിംഗ് ഇതിനെ നമ്മൾ ഹൈഡ്രോഫോബിക് എൻഡ് എന്ന് പറയും. ഹൈഡ്രോഫോബിക് നമുക്കറിയാലോ. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ടല്ലോ, ഒരു മെൻ്റൽ ഡിസീസാണ്. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിനോടുള്ള ഒരു പേടിയാണ് അല്ലേ, വെള്ളത്തിനോടുള്ള പേടിയാണ് ഹൈഡ്രോഫോബിയ. അപ്പം ഈ ഹൈഡ്രോഫോബിക് എൻഡ് വാട്ടറിനെ ഹേറ്റ് ചെയ്യുന്ന എൻഡാണ്. വാട്ടറിനെ ഹേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മിക്സ് ചെയ്യുന്നത് ഡേർട്ട്, ഓയിൽ നേച്ചറായിരിക്കും, ഓയിലായിട്ട്. ഇപ്പം നോക്കിക്കോളൂ, ഇവിടെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. ഈ ഹൈഡ്രോഫിലിക് പാർട്ട്, ഇതാണ് ഹൈഡ്രോഫിലിക് പാർട്ട്. ഇത് നമ്മുടെ ഈ ഹൈഡ്രോഫോബിക് എൻഡ് ഡേർട്ടുമായിട്ട് കമ്പൈൻ ചെയ്യും. ഹൈഡ്രോഫോബിക് എൻഡ് ഡേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. എ ക്ലസ്റ്റർ ഈസ് ഫോംഡ് ആൻഡ് ദിസ് ക്ലസ്റ്റർ ഈസ് കോൾഡ് മൈസെൽസ്. ഈ ക്ലസ്റ്ററിനെ നമ്മൾ പറയുന്നത് മൈസെൽസ് ആണ്. ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ. ഈ ക്ലസ്റ്ററിൻ്റെ നമ്മുടെ ഫോബിക് എൻഡിലാണ് നമ്മൾ ഓയിൽ ഉണ്ടാവുക. ഓയിൽ മീൻസ് ഡേർട്ട്. മോസ്റ്റ് ഡേർട്ട്സ് ആർ ഓയിലി നേച്ചർ ആണല്ലോ. അപ്പം നമ്മൾ ഹൈഡ്രോഫോബിക് എൻഡിൽ ഡേർട്ട് പാർട്ടിക്കിൾസ് അറ്റാച്ച് ചെയ്യും. വെൻ യു മെക്കാനിക്കലി അജിറ്റേറ്റ് ഇറ്റ്, ദിസ് ഡേർട്ട് ഗെറ്റ്സ് റിമൂവ്ഡ് ഫ്രം ക്ലോത്ത്സ്. ഓക്കെ ആണല്ലോ. ഇതാ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഹൈഡ്രോഫിലിക് എൻഡ് അല്ലേ, ഹൈഡ്രോഫിലിക് എൻഡ്. ഇതാണ് നമ്മുടെ ഹൈഡ്രോഫോബിക് ടെയിൽ. അപ്പം ഹൈഡ്രോഫിലിക് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയോണിക് എൻഡാണ്. സോഡിയം പോലത്തെ പ്ലസ് അയോൺസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഹൈഡ്രോഫോബിക് എൻഡാണ് അല്ലേ. ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. ഓക്കെ, oil and grease are absorbed into the hydrophobic centers of soap molecules, micelles, and are washed away. ഈ മൈസെൽസ് ക്ലസ്റ്റർ ഫോം ചെയ്യുമല്ലോ, അതിൽ നമ്മൾ ഹൈഡ്രോഫോബിക് സെൻറ്ററിലാണ് ഡേർട്ട് പാർട്ടിക്കിൾസ് അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ മെക്കാനിക്കലി അജിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് വാഷ്ഡ് അവേ ആയിട്ട് പോയിക്കോളും. സിമ്പിളാണ് ക്ലെൻസിങ് ആക്ഷൻ. ഇതിനാണ് നമ്മൾ സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി സോപ്പും ഡിറ്റർജൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി റിയാക്ഷൻ ഓഫ് ഓയിൽ ഓർ ഫാറ്റ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. Prepared by the reaction of oil or fatty acids. Detergent is prepared by petroleum hydrocarbons. Petroleum hydrocarbons എന്നാണ് നമ്മൾ ഡിറ്റർജൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആക്കണേ, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഓയിൽ ഓർ ഫാറ്റ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. പെട്രോളിയം ഹൈഡ്രോകാർബൺസിലാണ് ഡിറ്റർജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
സോപ്പ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലേദർ വിത്ത് ഹാർഡ് വാട്ടർ. സോപ്പ് നമ്മുടെ ഹാർഡ് വാട്ടറിൽ, നിങ്ങൾക്കറിയില്ല ചില സ്ഥലത്ത് വാട്ടർ കുറച്ച് ഹാർഡായിരിക്കും, നമ്മൾ ബോർവെല്ലിലൊക്കെ വാട്ടേഴ്സ് ചിലപ്പോൾ ഹാർഡായിരിക്കും, ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൽ സോപ്പ് ലേദർ ഉണ്ടാക്കില്ല, അപ്പോൾ അതേ ഉണ്ടാക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഹാർഡ് വാട്ടറിൽ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡിറ്റർജൻറ്റ് വർക്ക്സ് വെൽ വിത്ത് ഹാർഡ് വാട്ടർ. സോ ഡിറ്റർജൻറ്റ് പ്രൊഡ്യൂസ് ലേദർ വിത്ത് ഹാർഡ് വാട്ടർ. ഡിറ്റർജൻറ്റ് ഹാർഡ് വാട്ടറിൽ വർക്ക് ചെയ്യും, ഓക്കെ ആണല്ലോ. സോപ്സ് ആർ പ്രിപ്പയർഡ് ഫ്രം നാച്ചുറൽ ഓയിൽസ്. സോപ്സ് നമ്മൾ നാച്ചുറൽ ഓയിൽസ് എന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിറ്റർജൻസ് ആർ പ്രിപ്പയർഡ് ഫ്രം മാൻ മെയ്ഡ് ഹൈഡ്രോ കാർബൺസ്. മാൻ മെയ്ഡ് ലബോറട്ടറിയിൽ മെയ്ഡ് ചെയ്ത ഹൈഡ്രോ കാർബൺസ് എന്നാണ് ഡിറ്റർജൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓക്കെ ആണല്ലോ. ക്ലെൻസിങ് കപ്പാസിറ്റി ഓഫ് സോപ്പ് ഈസ് ലെസ്. ഡിറ്റർജൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സോപ്പിൻ്റെ ക്ലെൻസിങ് കപ്പാസിറ്റി കുറവാണ്. ക്ലെൻസിങ് കപ്പാസിറ്റി ഓഫ് ക്ലീനിങ് കപ്പാസിറ്റി ഓഫ് ഡിറ്റർജൻറ്റ് ഈസ് ഹൈ. ഡിറ്റർജൻറ്റിൻ്റെ ക്ലീനിങ് കപ്പാസിറ്റി കൂടുതലാണ് സോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. C17H35CH3 COON സോഡിയം സ്റ്റേറ്റിലാണ്. പൊട്ടാസ്യം സ്റ്റേറ്റിൽ C17H35COOK പൊട്ടാസ്യം സ്റ്റേറ്റിൽ. ഡിറ്റർജൻറ്റ് എക്സാമ്പിൾ സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ്. CH3CH211SO4Na സൾഫണേറ്റ് സാൾട്ട് അല്ലേ, SO4Na സൾഫണേറ്റ്. സോഡിയം ആൽക്കലൈൻ ബെൻസീൻ സൾഫണേറ്റ് ആണ് അതിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഒരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ്. സോപ്സ് ആർ ബയോഡീഗ്രേഡബിൾ. സോപ്സ് ബയോഡീഗ്രേഡബിൾ ആണ്. സോപ്സ് ആർ ബയോഡീഗ്രേഡബിൾ ആൻഡ് ഡിറ്റർജൻസ് ആർ നോൺ ബയോഡീഗ്രേഡബിൾ. ഡിറ്റർജൻസ് ആർ നോൺ ബയോഡീഗ്രേഡബിൾ. ഓക്കെ, അങ്ങനെ നമ്മുടെ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഷോട്ടിൽ NCERTയിലെ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺസ് കൂടി ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് ഉടൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ.